നമുക്ക് സിനിമ ചെറുതോ വലുതോ എന്നില്ല. സിനിമ ചെയ്യുക, നല്ല സിനിമകൾ ചെയ്യുക, നല്ല സിനിമകളോടൊപ്പം പ്രവർത്തിക്കുക, നല്ല സിനിമാക്കാരോടൊപ്പം പ്രവർത്തിക്കുക. പിന്നെ നമ്മുടെ സിനിമകൾ എന്തെങ്കിലും രീതിയിലൊക്കെ ഒന്ന് സ്വാധീനിക്കപ്പെടുക, അത് മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കപ്പെടുക എന്ന് തന്നെയാണ് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്കും ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കും ഞാൻ സന്തോഷിക്കുന്നത്. പിന്നെ ആ കഥയിൽ പറയുന്ന വിഷയം എന്നെ ഭയങ്കരമായി സ്വാധീനിച്ചു. അതിൽ നിന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മാറുന്നത്. അത് എന്ന് വെച്ചാൽ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാവർക്കും അഭിമാനത്തോട് കിട്ടും. പക്ഷെ സിനിമ തോറ്റ് തിയേറ്ററിൽ പൊട്ടി അല്ലെങ്കിൽ ഇത് പടം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പറയും അത് ഇന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലും അതിനകത്ത് കുറേ എക്സ്ക്യൂസ് കണ്ടെത്താൻ ശ്രമിക്കും. വെൽക്കം ടു ജെസ്സി സ്റ്റുഡിയോ, സ്റ്റോറി ബിഹൈൻഡ് യു. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ്. ഈ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സാറേന്ന് വിളിക്കണോ അല്ലെങ്കിൽ എന്ത് വിളിക്കണമെന്നൊന്നും അറിയില്ല. കാരണം എൻ്റെ ചങ്ങായിയാണ്, എൻ്റെ ഫ്രണ്ടാണ്, വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അപ്പം അദ്ദേഹത്തിനെ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും, കാരണം ഒരു വളർച്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആ സ്റ്റാർട്ടിങ് തുടങ്ങി എനിക്കറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് അദ്ദേഹം പടവുകൾ ഓരോന്ന് ചവിട്ടി കയറി നല്ല ഒരു ഡയറക്ടർ എന്നുള്ള പേര്, അവാർഡ് ജേതാവ് എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് മാറാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമ ഏതാണെന്നും അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന അവാർഡുകൾ ഏതാണെന്നും അദ്ദേഹം തന്നെ നിങ്ങളോട് പറയും. അദ്ദേഹത്തിൻ്റെ പേര് ജിൻഡോ. ജിൻഡോ സാറേ, വെൽക്കം. നമസ്കാരം. നമസ്കാരം. ഒരു സൗഹൃദ കൂട്ടായ്മ, അതിൽ സുഹൃത്തായിട്ട് ഇന്നിപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് നിങ്ങളാണ്. കാരണം ഞങ്ങൾ പല ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തെങ്കിൽ പോലും അതൊക്കെ ആ ഒരു കുറച്ച് കാലഘട്ടം മുന്നേ ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി വന്നപ്പോൾ ഉള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സുഹൃത്ത് എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് ഞങ്ങൾ തമ്മിലൊരു എടാപോട ബന്ധവും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചീത്തയും പറയാറുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് ജിൻഡോ ചെയ്തേക്കുന്ന മൂവികളെ കുറിച്ചും ഈ മൂവിയിലേക്ക് എങ്ങനെ സിനിമ ഫീൽഡിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചെല്ലാം കുറച്ച് ചോദ്യങ്ങളിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം. ആദ്യം തന്നെ ഇരുനിറം എന്ന് പറഞ്ഞ സിനിമ, അതിന് JC ഡാനിയൽ പുരസ്കാരം അതിൽ അഭിനയിച്ച പെങ്കൊച്ചിന് ലഭിച്ചു. അതുകൂടാതെ അവാർഡ്, ഒരു റൈറ്റിങ്ങിന് ജിൻഡോക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം കുറച്ചൊന്ന് പറഞ്ഞ വലിയ ഉപകാരമായിരുന്നു. ഞാൻ ആദ്യം പറയുന്ന സിനിമയിലേക്ക് ഞാൻ എങ്ങനെ വന്നു എന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഞാൻ ശരിക്കും ഒരു കോഴിക്കോട് ജില്ലക്കാരനാണ്. കോഴിക്കോട് ഒരു മലയോര ഗ്രാമത്തിലാണ് ഒരു കർഷകന്റെ മകനായിട്ട് ജനിച്ച് ചെറുപ്പത്തിൽ നമ്മൾ നാടകങ്ങളിലൂടെയാണ് ശരിക്കും മുന്നോട്ട് ജീവിച്ചു. നാടകത്തോട് ഭയങ്കരമായിട്ടുള്ള അധിനിവേശം, ക്രൈസ്. സ്കൂൾ നാടകങ്ങൾ നമ്മൾ തന്നെ എഴുതുന്നു, നമ്മൾ തന്നെ സംവിധാനം ചെയ്യുന്നു, നമ്മൾ തന്നെ അഭിനയിക്കുന്നു. അങ്ങനെ നാടകത്തിലൂടെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വായന ഭയങ്കരമായിട്ട് സജീവമാകും. വായിക്കുന്ന ഇതിൽ അങ്ങനെ വായന മുന്നോട്ട് നീങ്ങുന്നതോടൊപ്പം തന്നെ നാടകത്തോടുള്ള സ്നേഹം നമുക്ക് കൂടിക്കൂടി വന്നു. പിന്നെ ഈ നാടകത്തിൽ നിന്നും ചെറുപ്പം തൊട്ട് നാടകത്തോടൊപ്പം യാത്ര ചെയ്യുമ്പം സിനിമാ വിശേഷങ്ങൾ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സിനിമ പണ്ട് ഈ പല ചാനലുകളിലും ഈ സിനിമ ലൊക്കേഷൻ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുമായിരുന്നു, ഒരു പ്രോഗ്രാമൊക്കെ ആയിട്ട്. സിനിമ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇങ്ങനെ സ്ഥിരം കാണാറുണ്ട്. അങ്ങനെ നാടകത്തോടൊപ്പം മെല്ലെ മെല്ലെ സിനിമയും വളരാൻ തുടങ്ങി. എന്നിലെ സിനിമയോടുള്ള ഇഷ്ടം എനിക്ക് കൂടാൻ തുടങ്ങി. അങ്ങനെ ഈ വായന കുറച്ച് കൂടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഈ കിംഗി ഡുക്ക്, അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, പിന്നെ അഖിലോ കുർസോവ, ഇവരുടെയൊക്കെ ഹിസ്റ്ററികൾ വായിക്കുക, അതുപോലെ തന്നെ ഇവരുടെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ലേഖനങ്ങൾ വായിക്കുക. അങ്ങനെ വായിച്ചൊരു +2 കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെനിക്ക് എങ്ങനെയെങ്കിലും സിനിമാ ഫീൽഡ് ഒന്ന് എത്തണം എന്നുള്ളൊരു ആഗ്രഹം. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് സിനിമയിൽ ബന്ധങ്ങളില്ല, സിനിമയിൽ ഒരു പരിചയമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിബി മലയിൽ കൊച്ചിയിൽ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ കലൂർ, പിന്നെ പനമ്പള്ളി. ആ സമയത്ത് ഞാൻ അവിടെ വന്ന് ജോയിൻ ചെയ്ത് പിന്നെ അവിടെ ഏകദേശം ഞാനൊരു 1.5-2 വർഷത്തോളം കാലം ഇതിനെക്കുറിച്ച് പഠിച്ചു. പിന്നെ തിരക്കഥ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കേൾക്കുന്നു, റൈറ്റിംഗ് ചെയ്യുന്നു, പിന്നെ ഷോർട്ട് ഫിലിമുകൾ, പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിമുകൾ നിർമ്മിക്കുന്നു.
ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എൻ്റെ ഒരു പഠനം എനിക്ക് സിനിമയെക്കുറിച്ച് കുറച്ചും കൂടെ പ്രൊഫഷണൽ, അതായത് പ്രൊഫഷണലിസ്റ്റിക് ആയിട്ട് നമ്മൾ സിനിമയെ സമീപിക്കണം, പിന്നെ വേൾഡ് ക്ലാസിക് സിനിമകൾ കാണാൻ കുറേ അവസരം കിട്ടി. പിന്നെ കംപ്ലീറ്റ്ലി ഒരു സിനിമ ലോകം വരുന്നത്, നമ്മൾ തിരശ്ശീലയിൽ കാണുന്ന ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്ന് ക്ലാസ് എടുക്കുന്നു, നമ്മൾ പിന്നെ ആരാധിക്കുന്ന അതല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഡയറക്ടർമാർ വന്ന് ക്ലാസ് എടുക്കുന്നു, അവരോടൊപ്പം വർക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നു. ആ സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൊച്ചിയിലെ ഒരു പിന്നെ അഡ്വർടൈസ്മെന്റ് കമ്പനിയിൽ എനിക്ക് അസിസ്റ്റന്റ് ആയിട്ട് കിട്ടി. അപ്പം പഠനം തുടരുന്നതുകൊണ്ട് ആവശ്യത്തിലേക്ക് നമ്മൾ അതിലേക്ക് അധികം ഫോക്കസ് ചെയ്തു. പക്ഷെ പഠിത്തം കഴിഞ്ഞ പാടെ തന്നെ ഞാൻ ഈ പരസ്യ രംഗത്തേക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാണ്. പിന്നെ പരസ്യം കമ്പനിയിൽ കുറേ കാലം വർക്ക് ചെയ്യുന്നു. അതിനിടയിലാണ് ഞാൻ ലിയോ തദേവുസിനെ പരിചയപ്പെടുന്നത്. സാറിന്റെ കൂട്ടത്തിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ഡോക്യുമെന്ററി ഫിക്ഷനാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സാറിന്റെ തുടർന്ന് വന്ന എല്ലാ സിനിമകളും, അതായത് ഒരു സിനിമാക്കാരൻ, ലോനപ്പന്റെ മാമോദിസ തുടങ്ങിയ സിനിമകളിൽ ഒരു റൈറ്റിംഗ് ടേബിൾ തൊട്ട് സാറ് നമ്മളെ കൂട്ടത്തിൽ ഇരുത്തി സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത്, സാറ് നമ്മളോട് ഡിസ്കസ് ചെയ്ത്, ഇങ്ങനെ സിനിമയുടേതായിട്ടുള്ള എല്ലാ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് അങ്ങനെയാണ് ശരിക്കും നമ്മളൊരു സിനിമാ ഫീൽഡിൽ എത്തിപ്പെടുന്നതും ഒരു സിനിമാക്കാരനായി നമ്മൾ ആയി മാറുന്നതും. അപ്പം അതിന് ശരിക്കും എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനവും ഒപ്പം തന്നെ നല്ല കുറെ വ്യക്തിബന്ധങ്ങളും. ഈവൻ സച്ചിൻ ഭായ് പോലും നമുക്കൊരു നമ്മൾ അങ്ങനെ പരിചയപ്പെട്ടാണ്. തീർച്ചയായിട്ടും സിനിമാക്കാർക്കൊക്കെ എപ്പോഴും സിനിമയ്ക്ക് ഉള്ളിൽ ഞാൻ കാണുന്ന വെച്ചിട്ട് സിനിമയ്ക്കുള്ളിൽ വലിയൊരു സൗഹൃദം ഉണ്ട്. ആ സൗഹൃദമാണ് ശരിക്കും നല്ല സൗഹൃദങ്ങളുണ്ട്, ചീത്ത സൗഹൃദങ്ങളുണ്ട്. ഞാനൊക്കെ അതിലെ വലിയൊരു അനുഭവസ്ഥനാണ്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ തുടക്കക്കാലത്ത് നമുക്ക് ഈ പിന്നെ നമ്മളിപ്പം പഴമൊഴി പറയുമല്ലോ, ഈ നിലാത്തഴിച്ചുവിട്ട കോഴി എന്ന് പറഞ്ഞാൽ, കോഴി അതിനെ അഴിച്ചു വിട്ട് കഴിയുമ്പോൾ കുറെ കാലം കൂട്ടി കിടക്കുന്ന കോഴിക്ക് എങ്ങനെയും പുറത്തിറങ്ങണം. കോഴി പുറത്തിറങ്ങി കാണുമ്പോൾ കോഴി കാണുന്നൊക്കെ വിസ്മയം. അപ്പം സ്വാഭാവികമായിട്ടും സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ പലരും വരും. പക്ഷെ അവരെന്താണ് ആരാണെന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് സിനിമയിൽ എങ്ങനെയെങ്കിലും ഒരു ഡയറക്ഷനോ അഭിനയോ എത്തണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അയാൾ നമുക്കൊരു മുന്നിൽ നിൽക്കുന്ന സിനിമയിലേക്കുള്ള വെളിച്ചമായിട്ട് നമ്മൾ കാണും. പക്ഷേ ചില സൗഹൃദങ്ങൾ നമ്മളെ ചതിച്ചിട്ടുണ്ട്. സത്യം, ഒരുപാട് നമുക്ക് അങ്ങനത്തെ കുറെ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമുക്കൊരു പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു അവര് അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം വെച്ചാൽ പിന്നെ എല്ലാ നെഗറ്റീവുകൾക്കും ഒരു പോസിറ്റീവ് ഉണ്ട്. അപ്പം എല്ലാ ഒരു നെഗറ്റീവ് പ്ലേസ് നമ്മൾ ചതിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാലും പക്ഷെ അതിൻ്റെ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കും. എങ്ങനെ ഒരു സിനിമ ചെയ്യാതിരിക്കാൻ ചിലപ്പോൾ നമ്മൾ പഠിക്കും. സത്യം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ നമ്മളെപ്പോലെ സിനിമയെ പാഷനബിൾ അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുടെ ഇടയ്ക്ക് ചില ബന്ധങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാക്കി വരും. അവർ ഇതുപോലെയൊക്കെ വന്നവരായിരിക്കും. അങ്ങനെ വന്ന ഒരുപാട് ആൾക്കാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞാൻ കണക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ആ ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അതിനൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് കാണുന്നു. അല്ല, നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ജിൻഡോ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ജിൻഡോ ആയിട്ടുള്ളൊരു ബന്ധം, ഞാനും ജിൻഡോയും എൻ്റെ വൈഫും ആയിട്ടൊക്കെ ഉള്ളൊരു ബന്ധം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഏറ്റവും കുറഞ്ഞൊരു 10-15 വർഷങ്ങളിലേക്കാണെന്ന് തോന്നുന്നു. ആ ഒരു ബന്ധം ഇന്നും ഒരു കോട്ടവും സംഭവിക്കാണ്ട് നമ്മൾ ഇടയ്ക്ക് അത് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ബന്ധങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ വന്ന് കയറിയിട്ടുള്ള, ഞാൻ ഇടയ്ക്ക് സംസാരിക്കണമെന്ന് വിചാരിക്കണ്ട കേട്ടോ, അതിൻ്റെ ഇടയിൽ വന്ന് കയറിയിട്ടുള്ള കുറച്ച് ചില ആളുകൾ, പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പറയണേ, അങ്ങനെ കുറച്ച് ചില ആളുകൾ നമ്മളെ മുതലെടുക്കാൻ ശ്രമിക്കുകയും ആ ഒരു ബന്ധം വളരെ തുച്ഛമായിട്ടുള്ള സമയം കൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടത് വന്നിട്ടുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ. ഞാൻ ഇപ്പം പല ആളുകളോട് സംസാരിക്കും പറയാറുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, സിനിമ ഇൻഡസ്ട്രിയിൽ ഞാൻ കണ്ടേക്കുന്ന അതൊരു പ്രത്യേകത തന്നെയാണ്. അത് ചില ബന്ധങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ ഒരാഴ്ചയായിരിക്കാം, 2 ആഴ്ചയായിരിക്കാം, തീർന്നു. ഇപ്പം നിങ്ങളുടെ നാട്ടുകാരൻ ശ്രീ CH മുഹമ്മദ്, നമ്മുടെ മാസ്റ്റർ പീസിൻ്റെ പ്രൊഡ്യൂസർ, നൂറ വിത്ത് ലവിൻ്റെ റൈറ്ററും പ്രൊഡ്യൂസറാണ്. ഏകദേശം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10-15 വർഷമായിട്ടുള്ള പരിചയമുണ്ട്. ഇന്നും അദ്ദേഹം ആ ഒരു ബന്ധം ഞങ്ങളുടെ ഇടയിൽ ഒരു വിള്ളൽ പോലും വന്നിട്ടില്ല. കറക്റ്റായിട്ട് പോകണേ പറഞ്ഞോളൂ ചിന്ത. അപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അതൊരു നമുക്ക് സങ്കടമൊക്കെ തോന്നും. മീൻസ് നമ്മളിങ്ങനെ കുറച്ച് പ്രത്യേകിച്ചൊരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമേന്റെ ബിഹൈൻഡ്, അതായത് വെള്ളിത്തിരയിൽ വരാതെ പുറത്ത് നിന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായേക്കാം അവർക്ക്. പക്ഷെ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചർച്ച ചെയ്യപ്പെടുന്ന വേറെ തരത്തിലുള്ള വിഷയങ്ങളാണ്. ശരിക്കും
ഒരു ഇപ്പം നമ്മൾക്ക് തന്നെ പേഴ്സണലി നമ്മൾ നോക്കിയാൽ തന്നെ നമ്മളെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് പേരുണ്ട്. ചിലപ്പം വലിയ സിനിമ ചെയ്യാന്ന് പറഞ്ഞു വന്ന് പെട്ടുപോകുന്ന നിർമ്മാതാക്കളുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് കാത്തു സൂക്ഷിച്ച് നീണ്ട സിനിമ ജീവിതത്തിലൂടെ യാത്ര ചെയ്ത് ഒരു സിനിമ ചെയ്യണമെന്ന് വന്ന് ഒരു സിനിമ തുടങ്ങി അത് മുടങ്ങിപ്പോയ ഡയറക്ടർമാരുണ്ടാവും. അങ്ങനെ പല 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 ആൾക്കാരുണ്ട്. ക്യാമറമാന്മാരുണ്ടായേക്കാം, ആർട്ട് ഡയറക്ടർമാരുണ്ടായേക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോഴും ഇവരുടെ ഉള്ളിലെ ഈ സിനിമയോടുള്ള ഒരു ആഗ്രഹം, ഒരു തീ ഇവർക്ക് ഇങ്ങനെ ഫയർ കൂടിക്കൊണ്ടിരിക്കുകയല്ലാണ്ട്, എന്നെ സംബന്ധിച്ച് എനിക്കതായിരുന്നു ഏറ്റവും കൂടുതൽ. ഇപ്പം ചിമ്പായി പറഞ്ഞ പോലെ നമുക്ക് പിന്നെ ഇങ്ങനെ ഉണ്ടായ കുറെ അനുഭവങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ അതൊക്കെ നല്ലതായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കൊരു ഒരു സിനിമയെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സമീപിക്കാൻ പറ്റുന്നു. രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അനുഭവങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ജീവിതത്തിൽ ചില പരാജയങ്ങളാണ് നമുക്ക് വലിയ വലിയ വിജയങ്ങൾ തരുന്നത്. ഇപ്പം നിസ്സാരങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മുന്നിൽ, നിസ്സാരങ്ങളായിട്ടുള്ള പരാജയങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തോറ്റോടിക്കഴിഞ്ഞാൽ പിന്നെ അതിനേ നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അത് ഫൈറ്റ് ചെയ്യുമ്പം നമ്മൾ ആ സിൻസിയർ ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു വിജയം ഉണ്ടായിരിക്കും. അത് ഇന്നുണ്ടാകണമെന്നും പറയില്ല, പക്ഷെ നാളെ ഉണ്ടായിരിക്കും. കാരണം അത് ഉണ്ടാകും. അതാണ് ഈ പ്രകൃതി നിയമം. അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കഷ്ടതകൾക്കും ഈ പിന്നെ സങ്കടങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾക്കും ഉണ്ടായ ശേഷം ഉണ്ടാകുന്ന ഉയർപ്പ്, അത് പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നമുക്ക് എല്ലാത്തിലും. അപ്പൊ ആ ഉയർത്തെണീപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെ സുഖം നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ അനുഭവമുണ്ടോ. കാരണം നമ്മള് ഒരു വെയിലത്തൂടെ നടന്നു വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന്റെ ടേസ്റ്റ് ഭയങ്കരമാണ്. സത്യം. നമ്മളൊരു AC കാറിൽ വന്നിറങ്ങിയിട്ട് ഒരു AC ഫ്ലോറിൽ ഇരുന്നിട്ട് വെള്ളം കുടിക്കുന്നതിന്റെ ടേസ്റ്റും വ്യത്യാസമാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിക്കുന്നത് വെള്ളം രുചിച്ച് അറിയുന്ന ആള് ഈ ചൂടത്തു നിന്നും വന്ന ആളായിരിക്കും. ഇത്തരത്തിലുള്ള ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മുന്നോട്ട് പോകാനുള്ള പ്രചോദനങ്ങളും ഒപ്പം തന്നെ ഫൈറ്റ്, നമുക്ക് ഇതിനോട് പോരാടാൻ, നമ്മുടെ ജീവിതത്തോടാണെങ്കിൽ ശരി, നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ സ്വപ്നത്തോടാണെങ്കിൽ ശരി, അതിനോട് പോരാടാനുള്ള ചില പ്രചോദനങ്ങളാണ്. ഇതിനൊക്കെ നമ്മളൊരു പോസിറ്റീവായിട്ട് കാണുക. കാരണം നമ്മളിതിനെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൽ നിരാശ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് മുന്നോട്ട് പോകത്തില്ല. നമുക്ക് വീണ്ടും നമുക്ക് അറിയാം, അയ്യോ ഇനിയും അത് തന്നെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതിങ്ങനെ കുറെ സംഭവിച്ച് ഒരു ദിവസം നിങ്ങൾക്ക് നമുക്ക് അത് ജീവിതത്തിൽ സിനിമ എന്നല്ല, അത് ജീവിതം അങ്ങനെയാണ്. കാരണം മുന്നോട്ട് നമുക്ക് ഉണ്ടാകുന്ന കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് നാളത്തേക്കുള്ള മധുരം ഉണ്ടാകുക. എങ്കിൽ ആ മധുരത്തിന് വലിയ ഒരു രുചി ഉണ്ടാവും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാന്നുള്ളൂ. ഓക്കെ. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് ജിൻഡോ സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും, ഞാൻ അതിൻ്റെ ചീഫായിരുന്നു, ജിൻഡോ അതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. ഒരു മൂവിയിൽ നമ്മൾ വർക്ക് ചെയ്തു. അന്നത്തെ ജിൻഡോയിൽ നിന്ന് ഇന്നത്തെ ജിൻഡോൻ്റെ വളർച്ച, അത് വർക്കിൽ വന്ന വളർച്ച മാത്രമല്ല, ക്യാരക്ടറിൽ വന്നൊരു ചേഞ്ചും കൂടി അതൊരു വളർച്ചയാണ്. ഞാൻ ഭയങ്കര അതിശയം തോന്നുന്നു സത്യം. കാരണം അന്നത്തെ ജിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടിനത്തെ അറിയാം. കാരണം ദേഷ്യം പിടിച്ചിട്ട് ആർട്ടിസ്റ്റുകളെടുത്തും അതങ്ങനെയല്ല അങ്ങനെ മാറ്റി. പക്ഷെ ഇന്ന് ജിൻഡോ ഭയങ്കര പക്വതയായിട്ട് ഒരുപാട് ഇരുത്തം വന്ന ആസ് എ ഡയറക്ടർ, എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ. കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തിക്ക് വന്നൊരു ചേഞ്ച്, ഒരു അവാർഡ് വിന്നറാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അതുകൂടാണ്ട് അതിനേക്കാൾ 1-2 വർഷം മുമ്പ്, ജിൻഡോന് ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മൾ റൂം എടുത്തിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്തൊരു സംഭവം ഓർമ്മയില്ല. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് അതിൽ നിന്നൊക്കെ വന്നേക്കുന്ന ഒരു മാറ്റം എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ്സ് ആണ്. എനിക്ക് അതിനകത്ത് ഭയങ്കര അഭിമാനം തോന്നുന്നത്. കാരണം എനിക്ക് നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ, ഞാനെന്ന് പറയുന്ന വ്യക്തി ഒന്നുമല്ല, നിങ്ങൾ എന്തൊക്കെയോ ഭയങ്കര ഗ്രഹിച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇരുനിറം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നതിന് മുന്നേ, ഇരുനിറത്തിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ എന്തായിരുന്നു, ഒരു റൈറ്റിങ്ങിൽ എന്തോ ഒരു അവാർഡ് നേടിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറ, എന്നിട്ട് നമുക്ക് ഇരുനിറത്തിലേക്ക് വരാം. ഇപ്പം നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ചില ജീവിതത്തിലുണ്ടാകുന്ന ചില ഇൻസിഡൻറ്റുകൾ, നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചില ഇൻസിഡൻറ്റുകൾ നമുക്ക് വലിയ വലിയ ഒരു ബന്ധങ്ങൾ ഉണ്ടാക്കിത്തരും. ഞാനൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വളരെ അവിചാരിതമായി പരിചയപ്പെട്ട ഒരു
പിന്നെ കോട്ടയംകാരൻ ചേട്ടനുണ്ട്. ഓക്കെ. പുള്ളി ഞാനായിട്ട് നല്ലൊരു ബന്ധമായിരുന്നു. രാജു എന്നാണ് പുള്ളീൻ്റെ പേര്. അങ്ങനെ പുള്ളി പിന്നെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കും. പുള്ളി ഞാനോട് ഇങ്ങനെ കോൺവെർസേഷൻസ് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം പുള്ളി എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുന്നു, കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പുള്ളി എന്നെ വിളിച്ചിട്ട് വരുന്നു, ജിൻഡോ പിന്നെ ഒരു സിനിമ ചെയ്യണമെന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഡയറക്ടർ, അപ്പം ഞാനും അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം പിന്നെ പുള്ളി അതിൻ്റെ അകത്തൊരു ഒരു പിന്നിൽ പ്രവർത്തിക്കുന്നൊരു ഇതാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു പുള്ളി പറയുന്നത് ചെറിയൊരു സിനിമയാണ്. അപ്പം ചേട്ടാ എനിക്ക് ഇന്നത്തെ കാലം സിനിമ ചെറുതോ വലുതൊന്നും ഇല്ല. സിനിമ എന്ന് പറയുന്ന സാധനം സിനിമയാണ്. അത്രേ ഉള്ളൂ. അപ്പം പിന്നെ അതിൻ്റെ ആ ഒരു ഫ്രെയിമിങ്ങിലാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നത്, ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റോറി. അപ്പം പുള്ളി എന്നോട് ഇങ്ങനെ പലപ്പോഴായിട്ട് എന്നെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ചേട്ടാ എനിക്ക് അങ്ങനെ ഇപ്പം എന്നോട് പറഞ്ഞൊരു ജസ്റ്റ് വന്നൊരു കഥയൊന്ന് കേൾക്കാൻ പറ്റുമെന്ന് വെച്ചു. ഓക്കെ. അപ്പോൾ പുള്ളി നിരന്തരമായി എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചും കൂടെ ഒരു ലാർജ് സ്കീമിലുള്ള സിനിമ ചെയ്യാന്നുള്ള വലിയ സിനിമ സ്വപ്നങ്ങൾ നമ്മൾ സ്വപ്നം കാണുന്നത്. പക്ഷെ ഈ പുള്ളി നിരന്തരമായ വിളികൾ എന്നെ സത്യത്തിൽ ഭയങ്കര ഇറിറ്റേറ്റീവ് ആകാൻ തോന്നി. പുള്ളിക്ക് എന്നെക്കാളൊക്കെ വലിയ പ്രായമുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പുള്ളിയോട് എന്തെങ്കിലും പക്ഷെ ഞാനൊരു സുപ്രഭാതം ഞാൻ ചിന്തിച്ചു, ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കഥ ഞാൻ കേൾക്കാൻ ചേട്ടാന്ന് പറഞ്ഞു. കഥ കേൾക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിനോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ. അപ്പൊ ഞാൻ കഥ കേൾക്കാൻ പോകുന്നു. പുള്ളിക്ക് ഇത് നേരെ കോട്ടയത്ത് പോയി ഞാൻ കഥ കേൾക്കുവാണ്. പക്ഷെ ആക്ച്വലി ആ കഥ എന്നെ ഞെട്ടിച്ചു. കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡോക്ടറാണ് സംവിധാനം, ഡോക്ടർ സകിൽ രവീന്ദ്രൻ എന്നാണ് ഡോക്ടറുടെ പേര്. അങ്ങനെ ഞാൻ കഥ കേൾക്കുന്നു. പിന്നെ കഥ കേട്ട് കഴിഞ്ഞപ്പം ആ കഥയിൽ പറയുന്ന വിഷയം എന്നെ ഭയങ്കരമായി സ്വാധീനിച്ചു. അതിൽ നിന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് മാറുന്നത്. കാടകലം എന്നാണ് ആ സിനിമയുടെ കാടകലം. ആ സിനിമയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ 2021 തോന്നുന്നു മികച്ച കുട്ടികളുടെ സിനിമയ്ക്കുള്ള അവാർഡ് ആ സിനിമയാണ് സ്വന്തം. അതിൽ തന്നെയുള്ള വരികൾ എഴുതിയ BK ഹരിനാരായണനാണ് അതിലെ ഏറ്റവും നല്ല രചയിതാനുള്ള കൊല്ലത്തെ അവാർഡും കിട്ടുന്നത്, ലിറിക് കിട്ടുന്നത്. അതിലെ പാട്ടുകൾ എഴുതിയ ആൾക്കാണ് ആ കൊല്ലത്തെ സംസ്ഥാന സർക്കാരിന്റെ ഹരിനാരായണൻ. അപ്പോൾ ആ സിനിമ ശരിക്കും പറഞ്ഞിട്ട് ആ സിനിമയുടെ സബ്ജക്റ്റാണ് എന്നെ, സിനിമയുടെ സബ്ജക്റ്റും ഒപ്പം തന്നെ കഥയാണ് എന്നെ ഒരു എഴുത്തുകാരനാക്കി മാറ്റുന്നത്. ശരിക്കും ഞാൻ ബേസിക്കലി ഡയറക്ഷനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ഒക്കെ നിമിത്തം ഒക്കെ ദൈവാനുഗ്രഹം എന്നൊക്കെ നമുക്ക് പറയുന്നത്, അത് വളരെ അവിചാരിതമായിട്ട് അതിൽ ഞാൻ എഴുത്തുകാരനായി മാറുന്നു. ഒപ്പം തന്നെ അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട് മാറുന്നു. ആ സിനിമ ശരിക്കും സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആദിവാസി കുട്ടികളെ കുറിച്ചും ആദിവാസി സമൂഹത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ആദിവാസികൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ഭൗതിക സാഹചര്യങ്ങളുള്ള വിഷയങ്ങൾ, എന്തുകൊണ്ടാണ് അവരും നമ്മളും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഇപ്പോഴും, നമ്മൾ ആധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, അപ്പം ഇപ്പോഴും പോലും നമ്മൾ അവരെ ഒന്ന് മാറ്റി നിർത്തുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും അവർ നമ്മളിൽ നിന്നും ഒരു പരിധി വരെയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും ആ ഡയറക്ടറായിട്ടുള്ള ഡോക്ടറുടെ ജീവിതത്തിൽ നടന്നൊരു ചെറിയൊരു ഇൻസിഡന്റ് പുള്ളി ഞാനുമായിട്ട് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത് പിന്നെ എഴുതുന്നു. ആ എഴുതുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു എഴുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഴുതുന്നതോടൊപ്പം തന്നെ നമുക്ക് ആദിവാസികളെ കുറിച്ച്, കാരണം നമ്മൾ കേട്ട് പരിചയമുള്ളൂ, നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൂ, വല്ലപ്പോഴും എവിടെയൊക്കെ വല്ല വയനാട്ടിൽ അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതേ ഉള്ളൂ ഇവരെ. പക്ഷെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട രചനയുടെ സമയത്ത് ഞാൻ ഒരുപാട് ആദിവാസി ഊരുകളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റി. കാടുകളിൽ ശരിക്കും കയറാൻ പറ്റി. ഉൾക്കാടുകളിലേക്കൊക്കെ നമുക്ക് കയറി നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടാൻ തുടങ്ങി. ഇത് നമ്മൾ നേരെ കൊണ്ടുപോയി എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ രചനകളിൽ നമ്മളൊരു പിന്നെ മെല്ലെ കൊണ്ടുപോയി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്തു. അതായത് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. പക്ഷെ അതൊരു അപ്പൊ അങ്ങനെ വരുമ്പോൾ സമയത്ത് നമുക്ക് കുറച്ച് നമ്മൾ കേട്ടറിഞ്ഞതിന്റെ ഒക്കെ അപ്പുറമാണ് ഇവരുടെ ജീവിതം. നമ്മൾ കണ്ടറിവും കേട്ടറിവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അത് എൻ്റെ ഒരു ഇതാണ്, എൻ്റെ ഒരു അനുഭവമാണ്. അങ്ങനെ അതിലൂടെ ആണ് ഞാൻ ശരിക്കും ഒരു എഴുത്തുകാരൻ എന്നതിലേക്ക് മാറുന്നത്, ഒരു എഴുത്ത് എന്ന രീതിയിലേക്ക് പോകുന്നത്. ഒരു എഴുത്ത്, എൻ്റെ ആദ്യത്തെ തിരക്കഥയാണ് ശരിക്കും കാടകലം.
പിന്നെ റിലീസ് ചെയ്തിരിക്കുന്ന ആമസോൺ US തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളാണ്. കാരണം അവിടെയാണ് അത് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം തന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഡാവിഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർക്കാരനായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. പിന്നെ അവൻ്റെ അച്ഛൻ സതീഷ് ചേട്ടൻ, ഈ ചേട്ടനും ഡാവിഞ്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർ രണ്ടുപേരുമാണ് അച്ഛനും മകനുമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇടുക്കിയിലാണ്. ഈ ഇടുക്കി ഉപ്പുതറക്കടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ സിനിമയുടെ ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, കോട്ടയം ഭൂഷൺ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ചെറിയൊരു ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്തെ കഥയും ഒപ്പം തന്നെ ഈ സിനിമ മുഖ്യമായിട്ട് സംസാരിക്കുന്നതും ഈ പിന്നെ കുഞ്ഞാപ്പു എന്ന് പറയുന്ന ഈ ഇവൻ്റെ ജീവിതമാണ്. ഇവൻ കാട്ടിൽ നിന്നും പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പം ഇവന് പിന്നെ പുറത്തുണ്ടാകുന്ന കുറേ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഇവൻ കാണുന്ന പുതിയ കാഴ്ചകൾ, ഇവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഇവൻ തിരിച്ച് വീണ്ടും കാട് കയറി ഇവൻ പഠനം ഉപേക്ഷിച്ച് കാട്ടിൽ തന്നെ ജീവിക്കുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പം ശരിക്കും ഇവർ രണ്ടുപേരും അച്ഛനും മോനും വേണ്ടി ഞങ്ങൾക്ക് പിന്നെ ഒരു രീതിയിലുള്ള ഷൂട്ടിങ്ങിനൊരു ഇതുമില്ല. ഇവർ அவங்க ജീവിക്കുമായിരുന്നു. ഇവർ പിന്നെ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പിന്നെ നിയന്ത്രിതമായ ഒരു ഷൂട്ടായിരുന്നു. ഭയങ്കര ഫോറസ്റ്റ് നിയമങ്ങളൊക്കെ പാലിച്ച് നമുക്ക് ക്രൂ ഒക്കെ വളരെ കുറവായിരുന്നു. എല്ലാവരും തന്നെ അതിൻ്റെ അകത്ത് പിന്നെ പിന്നണിയിലും മുന്നണിയിലൊക്കെ എല്ലാവരും തന്നെ ഉണ്ട് വർക്ക് ചെയ്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഡാവിഞ്ചി പോലും അന്ന് ചെറുപ്പത്തിൽ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഇവൻ കയ്യിലെടുക്കാൻ പറ്റുന്ന സാധനം ഇവൻ കയ്യിലെടുക്കും. പിന്നെ അങ്ങനെ ഒരു വലിയൊരു ഒരു കുറച്ച് ദിവസം ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ജീവിച്ചാണ്. കാരണം രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ എക്സ്പീരിയൻസ് അയ്യോ രാവിലെ ഒരു 4-5 മണിയാകുമ്പോൾ എണീക്കും. ഉപ്പുതറയുന്ന ഞങ്ങൾ ജീപ്പിനാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത്. അവിടുന്ന് രാത്രി ഒരു കുറച്ച് ലേറ്റൊക്കെ ആയിട്ട്, കാരണം നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. ഇതൊക്കെ ആണെങ്കിലും നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പം ആ ഗ്രാമത്തിലെ ആൾക്കാരും ഇവരൊക്കെ കാണിച്ചൊരു സ്നേഹവും ഒരു മനുഷ്യത്വം ഒക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അവർ തന്ന കപ്പ പുഴുങ്ങിയത്, അതായത് രാത്രിയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവർ പിന്നെ ഞങ്ങൾക്ക് നല്ല കാപ്പിയൊക്കെ ഇട്ടിട്ട് കാപ്പി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. ഒപ്പം തന്നെ എന്തെങ്കിലും കപ്പയോ അതുപോലെ കാച്ചിലോ ഏത്തപ്പഴം ഒക്കെ ആയിട്ട് ഇവർ വരും. ഞങ്ങളെ ഷൂട്ടിങ്ങിന് അടുത്തുള്ള ഭയങ്കര നിഷ്കളങ്കൻ എന്ന് വെച്ചാൽ അവരെയൊക്കെ ശരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചൂഷണ വിധേയരാണ് ഞാൻ പറയും. കാരണം ഞാൻ പോയപ്പോൾ കണ്ടാണ് അടിസ്ഥാനപരമായിട്ട് ഇവർക്കൊന്നും ഒരു സൗകര്യങ്ങളില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതൊരു വലിയ സത്യം വിചാരിക്കും. കാരണം ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ നമ്മുടെ ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ കാര്യം, ശരിക്കും നമ്മുടെ ജനങ്ങൾ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അനുഭവമുള്ളതാണ്. ഇടുക്കിയിൽ അവിടെ കോഴിമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുറേ ആദിവാസികളായിട്ട് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ സംസാരിക്കാനും രാജാവിൻ്റെ വീട്ടിൽ പോകാനൊക്കെ ഒരു അവസരം എനിക്ക് ഇന്നലെ ഞാൻ പറഞ്ഞത് അന്നേരം വീണ്ടും റിപ്പീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവരായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ, നമ്മളോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥത. ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം. കാരണം അവർക്കത് ഭയങ്കര ഫുഡായിരിക്കാം അത്. പക്ഷെ അവർ കൊണ്ടുവന്ന് തന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചമ്മന്തിയും പിന്നെ ഈ മൈദ ഹൽവ പോലെ ആക്കിയേക്കുന്നു. എന്നിട്ട് അതിങ്ങനെ എടുക്കുക, നമുക്കത് പിടിക്കുമോ? പക്ഷെ അവരുടെ അതൊരു ട്രഡീഷണൽ ഫുഡായിരിക്കാം ഒരു പക്ഷേ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോഴാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര നമ്മൾ ഈ പിന്നെ നമ്മളിലെ മനുഷ്യൻ എന്ന് പറയുക. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വെള്ളം, ഞങ്ങളെല്ലാവരും അവിടുത്തെ അരുവിയിലെ വെള്ളം കയ്യിലും കൊണ്ട് കോരി കുടിച്ചു. പിന്നെ അതുപോലെ തന്നെ വായു, ഫോറസ്റ്റ് കാട്ടിൻ്റെ അകത്തെ വായു, ഒരു ഭയങ്കര. രാവിലെ നമ്മൾ ലൊക്കേഷനിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ കേൾക്കുന്ന വെച്ചിട്ട് കിളികളുടെ സൗണ്ടാണ്. ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് ഇത്, ഈ ഒരു അനുഭവം. അപ്പം തന്നെ പിന്നെ ഇവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാണ്. ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചേ പറ്റൂ. കാരണം ഇവരൊന്നും ആദിവാസികളിൽ നിന്ന് പറഞ്ഞ് നമ്മൾ അവരെ അങ്ങോട്ടും അങ്ങനെ മാറ്റി നിർത്തേണ്ടവരൊന്നുമല്ല. അവരൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കാടിനോട് കാണിക്കുന്ന സ്നേഹവും അവർ ഈ കാട് സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു റിസ്ക്കും ഉണ്ട്. ഈ റിസ്ക് കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ആധുനികതയുടെ പുറമോടി അണിഞ്ഞ വലിയ വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മൾ പോലും അവരെ പോലെ ഒരു ജീവിതം അനുഭവിക്കുന്നില്ല. കാരണം അവർ ഞങ്ങളതിലൂടെ കാട്ടിക്കൂടെയൊക്കെ ഇവരോട് നടക്കുമായിരുന്നു. കാരണം നമുക്ക് ഇങ്ങനെ പോകുന്ന ഇതിന് പ്രോപ്പറായിട്ടൊരു ലൊക്കേഷൻ ഒന്നുമില്ല. നമുക്ക് എവിടെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു,
നമുക്ക് ആ ഒരു സ്പേസ് കാണുന്നു. ക്യാമറമാൻ റൈച്ചേട്ടൻ പറയും നമുക്ക് ഇവിടെ ഒരു സാധനം നമുക്ക്, അപ്പം നമ്മൾ അതിനെ പറ്റിയൊരു അതിൻ്റെ സീനുണ്ട്, കംപ്ലീറ്റ് കാടാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ ബിജു ജോസഫ് എന്നാണ് ആർട്ട് ഡയറക്ടർ. പുള്ളിയുടെ കയ്യിൽ നിന്നൊക്കെ വരുന്നുണ്ട് എപ്പോഴും ഒരു ചാക്കിൻ്റെ അകത്ത് നിറച്ച് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടികൾ ഉണ്ടാവും. ഇനി ഇൻ കേസ് ഇല്ലെങ്കിൽ അവിടുന്ന് ഒരു കത്തിയൊക്കെ സംഘടിപ്പിച്ച് പുള്ളി എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വരും. അപ്പം അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ ശരിക്കും ഒരു യാത്രയായിരുന്നു. ഒരു യാത്ര ചെയ്തുകൊണ്ട് ഈ കംപ്ലീറ്റ് ക്രൂ ഇങ്ങനെ യാത്രയാണ്, കാൽനടയായിട്ടാണ് പോകുന്നത്. നിങ്ങളിങ്ങനെ കാട്ടിക്കൂടെ പോകുന്നു, പിന്നെ പല സ്ഥലങ്ങളിൽ നിൽക്കുന്നു, പാറ കാണുന്നു, നമ്മൾ സോങ് കട്ട് എടുക്കുന്നു. ഡോക്ടർ പറയും നമുക്ക് ഇങ്ങനെ ഒരു സാധനം വേണം, അങ്ങനെ നമ്മളിങ്ങനെ സ്ക്രിപ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ അതിന് പ്രോപ്പറായിട്ടൊരു വിഷ്വൽ ബ്യൂട്ടി, അതിന് ആ സിനിമ ആദ്യം മുതൽ അവസാനം വരെ കാണുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കാടിൻ്റെ സീക്വൻസ് നമുക്ക് കറക്റ്റ് കാട്ടി കയറി ഫീലാണ്. നമ്മൾ അതിൻ്റെ സൗണ്ട് ആണെങ്കിലും അതിൻ്റെ വിഷ്വൽ ആണെങ്കിലും എല്ലാം ഒരു കംപ്ലീറ്റ് കാടിൻ്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു രസമുള്ളൊരു ഷൂട്ടിംഗ് അനുഭവമായിരുന്നു. പിന്നെ ഇവരുടെ ഈ സ്നേഹം, ഇവരുടെയൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പല മുഖങ്ങളും, അതിൻ്റെ ഞങ്ങൾക്ക് ആ വീട് വിട്ട് തന്ന ഒരു ചേച്ചിയൊക്കെ ഉണ്ട്, ഇപ്പോഴും എൻ്റെ മനസ്സിൽ അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഈ മറ്റേ മഡ്, അതായത് ചെളി കൊണ്ടൊക്കെ ഇതാക്കി, അതുപോലെ തന്നെ മറ്റേ ഈ പിന്നെ ചൂരലിന്റെ ഈ ഇലയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അതിനകത്തൊക്കെ കിടക്കുമ്പോൾ എന്ത് ചാണകമൊക്കെ ഇട്ടും വഴി അതിലൊക്കെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്. ഭയങ്കര എ സി ആയി നല്ല തണുപ്പ്, കൂളിങ്, അതുപോലെ തന്നെ വിറകടുപ്പ്, ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരുന്നു ശരിക്കും കാടകലം. അതുകൊണ്ട് ഈ കാടകലത്തോട് എല്ലാവരും തന്നെ കാണിച്ച ഒരു ആത്മാർത്ഥതയും ഈ പിന്നെ കഷ്ടപ്പാടും ഇതൊക്കെ ഒരു ഔട്ട് ആണ് ശരിക്കും ആ സിനിമയ്ക്ക് മികച്ച കുട്ടികളുടെ സിനിമയായിട്ട് അത് തിരഞ്ഞെടുക്കപ്പെട്ടതും അതിൽ നമ്മളൊക്കെ അഭിമാനിക്കുന്നു. അതിൽ ഒരു പിന്നെ എഴുത്തുകാരൻ എന്ന നിലയ്ക്കും അതിന് അസോസിയേറ്റ് എന്ന നിലയ്ക്കും അതിന് വേറെ വല്ല അവാർഡ്, അതിന് ശരിക്കും അതിന് പുറത്ത് കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ജർമ്മനി, അങ്ങനെ കുറെ അന്തർദേശീയ കുറെ അവാർഡുകൾ അതിന് കിട്ടിയിട്ടുണ്ട്. ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ സിനിമ കുറച്ച് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കാലമായി നമ്മളത് പിന്നെ ഇപ്പം നമ്മൾ ഒന്ന് കഴിഞ്ഞ് അടുത്തതിലേക്കാണല്ലോ മാറുന്നത്. അപ്പം കുറച്ച് നല്ല രീതിയിലുള്ള അവാർഡുകൾ. റൈറ്റിങ്ങിന് എനിക്ക് ഒന്നും കിട്ടിയില്ല, കാരണം അത് സിനിമയ്ക്കാണ് ടോട്ടലി കിട്ടിയില്ല. പിന്നെ അവൻ നല്ല, അവർ രണ്ടുപേരും ഭയങ്കര അതിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവനാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന് മുന്നേ തന്മയ്ക്കും അവന് ഒരുമിച്ചാന്ന് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡ് അവനാണ് മികച്ച ബാലതാരമായിട്ട് പല്ലൊട്ടി എന്ന് പറഞ്ഞ സിനിമയില്, പല്ലൊട്ടിന്റെ ഒരു. അപ്പോൾ അവന് അത് കഴിഞ്ഞിട്ട് ഡാവിഞ്ചിക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്നു. പിന്നെ ഒപ്പം പിന്നെ കാടകലത്തിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും തന്നെ ഒരു വലിയൊരു അനുഭവമായിരുന്നു ആ സിനിമ ശരിക്കും. അത് ഒന്നാമത്തെ കാര്യം സിനിമാനുഭവത്തിനൊക്കെ അപ്പുറം ഒരു ജീവിതാനുഭവം. നമ്മളൊക്കെ എങ്ങനെ, ഞങ്ങളൊക്കെ ചേർന്നവരൊക്കെ ചിന്തിക്കും ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എങ്ങനെ ആശുപത്രിയിൽ പോകും. നമ്മൾ ആനേനെ കണ്ടിട്ടുണ്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ കുറേ മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഷൂട്ട് ചെയ്യുന്ന ഒരു വെള്ളത്തിൽ ഒരു ഷൂട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമയിലൊരു ക്ലൈമാക്സ് രംഗത്തോടനുബന്ധിച്ച് ഈ പിന്നെ ഒരു യാത്രയുണ്ട് അതിനകത്തേക്ക്, ഈ വഞ്ചി, ഈ മറ്റേ മുള കൊണ്ടുണ്ടാക്കിയ ഇതില് കൊട്ടയല്ല, ഒരു സ്ട്രൈറ്റ് മറ്റേ അതിലൊരു ഷൂട്ടുണ്ട്. അത് തന്നെ അതിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് രാത്രിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. തീയൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് അത് കുറച്ച് ഇറങ്ങിപ്പോണം, ഒരു കിഴക്കാൻ തൂക്കായിട്ടൊരു ഇറക്കം ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഈ സ്ഥലത്തെത്താൻ. അപ്പോൾ അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത് ഞങ്ങള് ആനത്താരയായിരുന്നു, ആന വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന വഴിയിലായിരുന്നു നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഈ അവിടെയുള്ള ഫോറസ്റ്റ് ഓഫീസർമാർ നമ്മളെ കൂടത്തിൽ നിന്നു, ഗൈഡുകൾ നമ്മുടെ കൂടത്തിൽ നിന്നു. സാധനം നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ആനനെ കണ്ടു. അത് കുറച്ച് ഞങ്ങളിങ്ങനെ ഒരു ഒച്ചയൊക്കെ ഉണ്ടാക്കി തീയൊക്കെ കത്തിച്ച് വലിയൊരു അനുഭവമായിരുന്നു. ഈ അനുഭവത്തിനൊക്കെ അപ്പുറത്തേക്കും, സിനിമാനുഭവത്തിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് വന്നിട്ട് നമ്മൾ ഇവരെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഇവർക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഒരു ആശുപത്രി കേസ് വന്നാൽ എന്ത് ചെയ്യും, അതിന് ഇവരൊക്കെ അനുഭവിക്കുന്ന ഒരു യാതനകൾ, ഒരു കഷ്ടപ്പാടുകൾ, ഒപ്പം തന്നെ ഇവരൊക്കെ ജീവിതത്തിലെ സന്തോഷം ഒന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയല്ലേ. നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ ഇവരും ജീവിക്കുന്നത് അല്ലേ, വലിയൊരു ചിന്തയാണത്. അതന്നെ അത് ഗവൺമെന്റ് ഒരുപാട് പ്രൊജക്ടുകൾ ഇവർക്ക് വേണ്ടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചില സമയത്തൊക്കെ ഞാൻ ചിന്തിക്കാണ്ട് ഈ പ്രൊജക്റ്റൊക്കെ കറക്റ്റ് കൃത്യമായിട്ട് ഇവരുടെ കയ്യിൽ എത്തുന്നുണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു ഇത്. ഇവർക്ക് വേണ്ടി ഒരുപാട് സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും കാലാകാലങ്ങളായിട്ട് വേണ്ടി ഇവർക്ക് വേണ്ടി ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവർക്കത് പ്രോപ്പറായിട്ട് ഇവരുടെ കയ്യിലേക്ക് അത് എത്തുന്നുണ്ടോ എന്നുള്ളൊരു നമ്മൾ പോലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇവരെയൊന്നും മാറ്റി നിർത്തണ്ട, ഇവരും മനുഷ്യരാണ്, ഇവരും
നമ്മളെക്കാളും നല്ല ഭക്ഷണം കഴിച്ച്, നല്ല വായു സ്വീകരിച്ച്, നല്ല വെള്ളം കുടിച്ച് ജീവിക്കുന്ന നല്ലവരായ നല്ല മനുഷ്യരാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞ നിഷ്കളങ്കരാണ് ഇവർ, നിഷ്കളങ്കരായിട്ടുള്ള. അപ്പം നമുക്കൊരു അനുഭവമായിരുന്നു, ജീവിതാനുഭവം, നല്ല നല്ലൊരു സിനിമാനുഭവമായിരുന്നു കാടകലം. കാടകലം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു പ്രതിലിപി എന്നും പറഞ്ഞിട്ടുള്ളൊരു റീഡിങ് ആപ്പ് ഉണ്ട്. റീഡിങ് ആപ്പ് പ്രതിലിപി. ഇവര് മലയാളത്തിലൊരു ആന്തോളജി സിനിമ നിർമ്മിച്ചിരുന്നു. പടച്ചവന്റെ കഥകൾ എന്നായിരുന്നു ഈ സിനിമയുടെ പേര്. ഒരു 4 യങ് ഡയറക്ടേഴ്സിന് പിന്നെ ഒരവസരം, ഇവരുടെ കുറച്ച് കഥകൾ എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് വേണം നമ്മൾ പിന്നെ സ്ക്രിപ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കഥകൾ വരുമായിരുന്നു, ഒരുപാട് കഥകൾ വന്ന് അങ്ങനെ ഞാൻ എടുത്തത് ഒരു കഥയിലെ ഒരു സീനും ഒരു വേറൊരു കഥയിലെ ഒരു കഥാപാത്രത്തെയാണ് എടുത്തത്. അത് എഴുതിയിരിക്കുന്നത് വിഷ്ണു കെ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനാണ്. ഒരാളാണ് അത് എഴുതിയിരിക്കുന്നത്. ആള് എൻ്റെ കൂടുതൽ കാലങ്ങളായിട്ട് പിന്നെ എഴുത്തിലൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അവനാണ് പിന്നെ എൻ്റെ ആ സിനിമയുടെ തിരക്കഥ. അന്തോണി എന്നാണ് ഞാൻ ചെയ്ത സെഷൻ്റെ പേര്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഈ ഡാവിഞ്ചി ഉണ്ട്, സതീശേട്ടനുണ്ട്, നിഷ ചേച്ചിയുണ്ട്, ജിയോ ബേബി ഉണ്ട്, തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. നമുക്കൊരു 25 മിനിറ്റാണ് ഓരോ സെഷൻ തരുന്നത്, ഓരോ ഇതിന്. അന്തോണി എന്നാണ് പേര്. നമ്മൾ അതിൻ്റെ അകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ ഒരു ദൈവങ്ങളാണ്. അതായത് നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് ദൈവങ്ങളായി മാറണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അതിൻ്റെ പിന്നെ സിനിമ സംസാരിക്കുന്നത്. അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ തന്നെ നാടിൻ്റെ അടുത്തുള്ള മുതുകാട് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാന്റേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു അമ്മയുടെയും ഒരു മകൻ്റെയും ഒരു കഥയാണ്. ഒരു മകൻ അമ്മേനെ, ഒരു രോഗിയായിട്ടുള്ള അമ്മേനെ ശുശ്രൂഷിക്കുന്നത്, അവൻ്റെ ഒരു ലോകവും, പിന്നെ അവൻ പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ഓട്ടവും, അതുപോലെ തന്നെ അവൻ്റെ 2 ആടുകളും, ഇതൊക്കെ പറഞ്ഞ് കംപ്ലീറ്റ് അതായത് കാശ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭം വരുമ്പോഴേ കാശിന് വിലയുള്ളൂ. പക്ഷെ അത് കാശായിട്ട് തന്നെ ഇവിടെ ഇരിക്കും. അങ്ങനെ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ അമ്മേനെ അങ്ങോട്ട് ആശുപത്രി പോകുന്ന സമയത്ത് ഇവന് കാശില്ലാണ്ട് വരികയും, അങ്ങനെ ഇവന്റെ മുന്നിൽ ഒരു മനുഷ്യൻ ദൈവമായി അവന് തോന്നുകയും, അങ്ങനത്തെ കൂട്ടൊരു എല്ലാ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിശന്ന് വലഞ്ഞു വരുന്ന ഒരാൾക്ക് നമ്മൾ ഭക്ഷണം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മളാണ് അയാളുടെ അപ്പത്തെ ദൈവം. ഇതാണ് ആ ഒരു സിനിമ പറയുന്നത്. അതിൽ 3 ഉണ്ടായിരുന്നു. പിന്നെ അരുളപ്പാട്, ഉണ്ടംപൊരി വിപ്ലവം, ഗൗരി എന്ന് പറഞ്ഞിട്ട് ബാക്കി 3 ഉണ്ടായിരുന്നു. അതും പിന്നെ OTT റിലീസായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ യാത്ര പോകുമ്പോഴാണ് നമ്മൾ ഇരുനിറത്തിലേക്ക് വരുന്നത്. അതെ, എന്തായിരുന്നു ഇരുനിറത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ശരിക്കും ഇരുനിറത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വേറൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന സമയത്ത്, ആ സിനിമ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് എഴുത്ത് പരിപാടികളൊക്കെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയങ്ങളിലൊക്കെ വളരെ അവിചാരിതമായിട്ട് എനിക്ക് പരിചയമുള്ളൊരു ഫാദറുണ്ട്. ഒരു ജോജോ മണിമല എന്നാണ് അച്ഛൻ്റെ പേര്. അങ്ങനെ അച്ഛനും ഞാനും തമ്മിൽ അച്ഛനൊരു ബാൻഡിൻ്റെ ഒരു ബാൻഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് അച്ഛനും ജസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ടും കൂടെ നടത്തുന്ന ഒരു നല്ലൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ ബാൻഡാണ്. അപ്പം തന്നെ അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അവരിങ്ങനെ പോസിറ്റീവായിട്ടുള്ള സ്റ്റോറികളൊക്കെ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോമാണ്. അച്ഛൻ ഞാനിങ്ങനെ സിനിമേനെക്കുറിച്ചും ഈ എഴുത്തിനെക്കുറിച്ചൊക്കെ ഈ സമയത്ത് അച്ഛൻ്റെ ജീവിതത്തിൽ നടന്നൊരു എക്സ്പീരിയൻസ് അച്ഛൻ എന്നോട് ഷെയർ ചെയ്തു. അച്ഛൻ പരിചയപ്പെട്ടൊരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ നടന്ന ഒരു കഥ അച്ഛനോട് പറയുകയാണ്. അച്ഛൻ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞടാ, ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കഥ പറയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കഥ കേട്ടു. അതിനകത്ത് വലിയൊരു എന്നെ ആ സമയത്ത് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരിക്കൽ ഈ പെൺകുട്ടി വളരെ അവിചാരിതമായിട്ട് എന്നെ പരിചയപ്പെടുന്നു. ഈ പെൺകുട്ടി ദാറ്റ് മീൻസ് ആ ഒരു സംഭവം ഉണ്ടായ ആ പെൺകുട്ടിയെ തന്നെ പരിചയപ്പെടുന്നു. ഞാനത് കേട്ടു. ഞാൻ ആ സമയത്ത് ഇത് എൻ്റെ മനസ്സിലിട്ട് നമ്മളിങ്ങനെ സിനിമ യാത്ര ചെയ്യുന്ന സമയത്താണ് പിന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുമോ എന്ന് ഞാൻ പോലും ചിന്തിക്കുന്നൊരു സംഭവങ്ങളായിരുന്നു. അത് നിറവൊക്കെ ഇന്നും ഇവിടെ പ്രശ്നമാണോ? പക്ഷേ നിറവൊക്കെ ഇവിടെ പ്രശ്നമാണോ എന്ന് ഞാൻ ചോദിക്കുകയും നിറവൊക്കെ ഇവിടെ പ്രശ്നമാണെന്നും ഞാൻ പറയും. കാരണം അത്തരത്തിലുള്ള കുറെ അനുഭവങ്ങൾ പിന്നെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ എൻ്റർ ദ വേൾഡ് ലോകത്തിലും കൂടെ നമ്മൾ കാണാൻ ഉണ്ടായി. അങ്ങനെ ഈ ഒരു ആശയം, ഈ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത്
ഞാനിതിങ്ങനെ ഒരിക്കൽ എറണാകുളത്ത് നിന്ന് തിരിച്ച് ട്രെയിനിൽ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ സാധനം എൻ്റെ മനസ്സിലിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചുമ്മാ ഒരു ആശയം. അപ്പം ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ യാത്ര അവസാനിക്കുന്നു. ഞാൻ കോഴിക്കോട് ചെന്നിട്ട് വിഷ്ണുവിനെ വിളിക്കുന്നു. വിഷ്ണു ഇങ്ങനെ ഒരു സാധനം ചുമ്മാ ഞങ്ങളിങ്ങനെ എന്നെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കഥ പറയുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം അവനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഇവൻ ഈ പറഞ്ഞ കഥ, ഈ പറഞ്ഞ ഈ ആശയത്തെ ഇവൻ ഭയങ്കരമായി ഡെവലപ്പ് ചെയ്ത് അതായത് നിറത്തിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ട ഒരു പെൺകുട്ടി, അത് കറുത്തതിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു അനുഭവമായിരുന്നു അത്. പക്ഷേ ഇവൻ ഈ കഥയെ ശരിക്കും ഇതിൻ്റെ അകത്തേക്ക് കുറേ ഇൻസിഡൻറ്റുകൾ കയറ്റുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല നിറം തേടി പോകുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാക്കി മാറ്റുന്നു ഇതിനെ. അങ്ങനെ ഇത് കഥയാക്കി മാറ്റുന്നു. ഒരു കഥയ്ക്ക് നല്ലൊരു രൂപം വരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ആകുന്നു. സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സിനിമയാക്കണം എന്നുള്ളൊരു ചിന്തയാണ് അപ്പോഴും. പക്ഷേ നമുക്ക് ചുറ്റുവട്ടങ്ങളുണ്ടാകുന്ന ചില അനുഭവങ്ങൾ നമ്മളെ ഇതിന് സിനിമയാക്കാൻ പ്രേരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ അവിചാരിതമായിട്ട് കാടകലം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിജുചേട്ടൻ്റെ ഒരു ബിജുചേട്ടനോട് ഈ കഥ പറയുന്നു. ഞങ്ങളിങ്ങനെ അടുത്തൊരു പ്രൊജക്റ്റ് എന്ന രീതിയിൽ നമ്മളിങ്ങനെ കഥകൾ സംസാരിക്കുന്നു. സംസാരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോഴത്തെ പ്രൊഡ്യൂസർ സിജിൻ മാളോല എന്ന് പറഞ്ഞിട്ടുള്ള മാളോല പ്രൊഡക്ഷൻസിലേക്ക് ഈ കഥ എത്തുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നു. സിജോ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സിജിൻ എന്ന് പറഞ്ഞ സഹോദരങ്ങളാണ്. ഇവരെ കാണുന്നു, ഇവരോട് സംസാരിക്കുന്നു. ഞാൻ ഈ കഥ ജസ്റ്റ് അവരിപ്പം ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന് അങ്ങ് പെട്ടെന്ന് അങ്ങനെ സിനിമ ജസ്റ്റ് ഒരു മീറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് പുതിയ പരിപാടികൾ എന്തെങ്കിലും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പം ആ രാത്രിയിൽ ഇവർ തിരിച്ചു വിളിക്കാൻ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോൾ പുള്ളി അന്ന് എന്നോട് ആദ്യത്തെ മീറ്റിംഗ് നമുക്കിങ്ങനെ വലിയ കുറേ സിനിമകൾ ചെയ്യണമെന്നൊന്നുമില്ല, ഒരു നല്ലൊരു ആശയമാണ്, നല്ലൊരു കണ്ടന്റാണ് ഇത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള നല്ല മൂല്യങ്ങളുള്ള സിനിമകൾ ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മളെ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് ഈ ഒരു സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം ഭയങ്കരവണ്ണം പടപെടാന്നുള്ള പരിപാടികളായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത്. കാരണം തന്മയ ഇതിൻ്റെ അകത്ത് എത്തിപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്മയക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് തന്മയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടിരുന്നു. അങ്ങനെ തന്മയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നു. തന്മയനോട് ഈ കഥ പറയുന്നു. ആ കുട്ടി കഥ പറഞ്ഞതിന് ശേഷം തന്മ എന്നെ ഞെട്ടിച്ചു. ചേട്ടാ ഇത് എൻ്റെ കഥയാണ്, ഞാൻ ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ തന്മയ ഇതിനകത്ത് എൻ്റെ അമ്പിളിയായി മാറുന്നു. പിന്നെ അമ്പിളിയുടെ അച്ഛനായിട്ട് വേണു, ദിനീഷ് ആലപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റാണ്. പുള്ളി ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. നായാട്ട്, RDX തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഒരു നല്ലൊരു അഭിനേതാവാണ് പുള്ളി. കാരണം ഒരു പറയുന്ന സാധനത്തിൻ്റെ അകത്തേക്ക് ഒരുപാട് തിങ്സുകൾ ഇടുന്ന ഒരാളാണ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ജിയോ ബേബി അഭിനയിക്കുന്നു. പിന്നെ അങ്ങനെ വളരെ സുപരിചിതങ്ങളായിട്ടുള്ള നമ്മുടെ നല്ല സൗഹൃദങ്ങളായിട്ടുള്ള നല്ല കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നു. പിന്നെ ആ സമയത്താണ് തന്മയ വേട്ടയാനിൽ അഭിനയിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സിനിമ നീണ്ടുപോയി. കാരണം നമുക്ക് തന്മയ്ക്ക് അപ്പുറത്തേക്ക് വേറെ ആളെ എനിക്ക് കാസ്റ്റ് ചെയ്യാൻ എൻ്റെ മുന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ പിന്നെ അവരുടെ അരുൺ ചേട്ടനാണെങ്കിലും ആശ ചേച്ചി ആണെങ്കിലും അവരുടെ ഫാമിലി എന്നോട് കാണിച്ചൊരു സ്നേഹം, അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ, സിനിമയോടുള്ള കമ്മിറ്റ്മെൻറ്റ്. കാരണം അവളൊരു ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമുള്ള ഫാമിലി. തന്മയുടെ അച്ഛൻ അരുൺ സോൾ ഒരു അഭിനേതാവാണ്, ഒപ്പം തന്നെ അസോസിയേറ്റ് ഡയറക്ടറാണ്, നല്ലൊരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. പിന്നെ മുത്തച്ഛൻ, അതായത് പുള്ളി നല്ലൊരു നാടക നടനാണ്, പുള്ളിയും ഒരു സിനിമാ നടനാണ്. ഒരു ഫാമിലിയിൽ അച്ഛൻ, മുത്തച്ഛൻ, പിന്നെ ഒപ്പം തന്നെ പേരക്കുട്ടി, ഒരു സിനിമാ ഫാമിലിയാണ്. പിന്നെ തന്മയുടെ ചേച്ചി ഒരു ക്യാമറ, സനൽകുമാർ ശശിധരന്റെ കൂട്ടത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. നല്ലൊരു അവർ ക്യാമറ ഡയറക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കംപ്ലീറ്റ് സിനിമാ ഫാമിലിയാണ് അവർ. അങ്ങനെ ഇവരുടെ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും അതുപോലെ തന്നെ നമുക്ക് ഈ കുട്ടിയാണ് നമ്മുടെ ഈ ഇരുനിറം ശരിക്കും ഈ തന്മയാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്മേനയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആ വേട്ടയാൻ കഴിയുന്നു. തന്മയ നമ്മളിലേക്ക് വന്ന് ചേരുന്നു, ജോയിൻ ചെയ്യുന്നു. പിന്നെ എല്ലാം സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് നീങ്ങി. ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നു ശരിക്കും ഒരു 20 ദിവസത്തിനടുത്തുള്ള ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്
പുല്ലൂരാമ്പാറ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അതായത് കക്കാടം കോഴിക്കോട് ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. പിന്നെ ഇതിനൊക്കെ അപ്പുറം വളരെ കുറച്ച് പോർഷൻസ് കൊച്ചിയിൽ ചെയ്തിട്ടുണ്ട്. അവിടെ അതിൽ അഭിനയിച്ച് നിഷ സാറുണ്ട്. ചേച്ചി നമുക്ക് വളരെ പരിചിതമായ ഒരാളാണ്. അപ്പം ആദ്യം ചേച്ചി അപ്പം ഡേറ്റിന്റെ ക്ലാഷ് വന്നുകൊണ്ട് ചേച്ചി വേറൊരു പടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചേച്ചിക്ക് ഇതിനകത്ത് അപ്പം പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേച്ചീനെയും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ വളരെ വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ശരിക്കും ഇരനിറം സംസാരിക്കുന്നത്. കാരണം അതൊരു കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ടാണ് ആ സിനിമയും ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് അമ്പിളി, വേണു, അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ശരിക്കും മനസ്സിൽ പതിയപ്പെടേണ്ട കഥാപാത്രങ്ങളായി തന്നെയാണ് വരുന്നത് അതിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് അമ്പിളിയും വേണു, അതായത് അച്ഛൻ്റെയും മകളുടെ ഒരു ജീവിതം. അതായത് ഒരു ദളിതരായിട്ടുള്ള ഫാമിലിയാണ്. അമ്മ നഷ്ടപ്പെട്ട മകളാണ് അമ്പിളി. അങ്ങനെ അമ്പിളിയുടെ സ്കൂൾ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻറ്റുകൾ അവളെ വെളുക്കാൻ പ്രേരിപ്പിക്കുന്നു. അവൾ അതിനു വേണ്ടിയിട്ടൊരു അന്വേഷണം ആരംഭിക്കുന്നു. ഒപ്പം തന്നെ അച്ഛൻ ഓഫീസിൽ അനുഭവിക്കുന്ന ഒരു ജാതീയ അധിക്ഷേപം, അപ്പം പുള്ളി അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, മകൾ ഇതിനോട് പ്രതികരിക്കുന്നു എന്നതാണ് ഈ സിനിമ സംസാരിക്കുന്ന വിഷയം. സിനിമയ്ക്ക് നമുക്ക് കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ജെ.സി. ഡാനിയൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ക്രിട്ടിക്സ് അവാർഡിൽ എനിക്ക് നവാഗത പ്രതിഭ എന്നുള്ളൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണലി വിയറ്റ്നാമിലും കൊറിയയിലും നടന്നൊരു ഫിലിം ഫെസ്റ്റിവലിൽ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നടന്ന 1-2 അവാർഡിന് മികച്ച സോഷ്യൽ അവയർനെസ് ചിത്രത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര, ഇന്ത്യ നടക്കുന്ന കുറച്ച് അവാർഡുകൾ കിട്ടുന്നുണ്ട്. ഇതിന്റെ കാമ്പ്, അതായത് ഞാൻ ചെയ്ത സിനിമകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ഇതിൻ്റെ കഥാമൂല്യം പോവാണ്ട് നമ്മൾ ഒരു പ്രേക്ഷകനെ ഒരു ബോറടിപ്പിക്കാണ്ട് അങ്ങനെയാണ് നമ്മൾ ഇത് അണിയിച്ചൊരുക്കുന്നത്. കാരണം കഥകൾക്കൊരു മൂല്യമുണ്ട്. നമ്മൾ പറയുന്ന കഥകൾക്ക് എപ്പോഴും ഒരു മൂല്യം ഉണ്ട് എന്നാണ്. ഞാൻ ചെയ്തിരിക്കുന്ന ആദ്യം എഴുതിയ കാടകലമാണെങ്കിൽ ശരി, ഇപ്പം രണ്ടാമത് പ്രതിലിപിക്ക് വേണ്ടി ചെയ്ത ആന്തോളജിയിലാണെങ്കിൽ ശരി, ഇപ്പം ഈ ഇരുനിറത്തിൽ പോലും കഥ അത്രമാത്രം ശക്തമായൊരു കഥയും ഒരു ആശയമാണ്. അങ്ങനെയാണ് ശരിക്കും ഇരുനിറം. അതിൽ 2 നിറം, അതായത് ലോകത്തിന്റെ, എനിക്ക് തോന്നുന്നു ഈ ലോകം ആരംഭം മുതൽ തന്നെ സത്യം എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ കാണുന്നതും നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നടക്കുന്നു. ചില സമയങ്ങളിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാധനമുണ്ട്. അപ്പം അത് വളരെ വളരെ ചിലപ്പോൾ സമയത്ത് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോകും. അപ്പം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക, മനുഷ്യന്റെ അപ്പുറത്തേക്ക് കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇന്നതെന്നോ അതെന്നോ ഇതൊന്നൊന്നുമില്ല. എല്ലാവരും മനുഷ്യനാണെന്നുള്ളൊരു ആശയമാണ് ആ സിനിമ സംസാരിക്കുന്നത്. അപ്പൊ അത് കുട്ടിയുടെ ലോകം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ തമാശയ്ക്ക് പോലും ഒരു കുട്ടിയെ ഒറ്റപ്പെടുത്തുന്നോ അല്ലെങ്കിൽ വിളിക്കുന്ന പേരൊക്കെ എത്രമാത്രം ഒരു കുട്ടികളിൽ അത് എത്രമാത്രം മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നെന്നും ആ സിനിമ പറയുന്നുണ്ട്. കാരണം കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നുകൊണ്ടാണ് ആ സിനിമ മുഴുവൻ സംസാരിക്കുന്നതും കഥ മുന്നോട്ട് പോകുന്നതും. ഒപ്പം തന്നെ ഈ അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും ഇതിൻ്റെ കൂട്ടത്തിലാണ്. 2 പേരുടെയും ജീവിതങ്ങളാണ്. ഈ ഇരുനിറം എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു ത്രെഡ് തന്നൊരു ഫാദറാണെന്ന് പറഞ്ഞു അല്ലേ? ഇരുനിറം ഡെവലപ്പ് ചെയ്തു, ആ ത്രെഡിനെ ഡെവലപ്പ് ചെയ്ത് അതൊരു സ്റ്റോറിയായി, സ്ക്രിപ്റ്റായി, അഗ്രപാളികളിൽ അത് വന്നു. അച്ഛൻ, ആ ഫാദർ പിന്നീട് ഈ ഒരു സ്റ്റോറിയെ കുറിച്ച് അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള ഇട വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എന്താ പറഞ്ഞത് അദ്ദേഹം? അതേ നെറ്റിപ്പോയാ? സന്തോഷമായി. ഞാൻ ഈ സിനിമയുടെ ഒരു തുടക്കം മുതൽ ഇതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രൊസീജിയറിൽ കടന്നു പോകുമ്പോഴും അച്ഛനായിട്ട് സംസാരിക്കാറുണ്ട്. അച്ഛനോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം ചില സിനിമകളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം ഇങ്ങനെയും, ഞാൻ ചിലപ്പോൾ ചില സിനിമകളൊക്കെ ഇപ്പോൾ ക്ലാസിക് സിനിമകളായിക്കോട്ടെ, നമ്മൾ കണ്ട ക്ലാസിക് സിനിമകളായിക്കോട്ടെ, ചില സിനിമകളൊക്കെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ വലിയ രീതിയിൽ ഉണ്ടായി വരുന്നത് ഇത്തരത്തിലുള്ള സംസാരങ്ങളിലൂടെയും
ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയാണ്. തീർച്ചയായും ഈ അനുഭവങ്ങളാണ് ശരിക്കും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടെന്നേ. കാരണം മനുഷ്യനെല്ലാം സെയിം ആണ്. മനുഷ്യന്റെ കഥകളൊക്കെ ഒരു പരിധി വരെ ഇപ്പം നമുക്കൊരു സങ്കടം വന്നാൽ നമ്മളും കരയും, ഹച്ചിമ്പായിക്ക് ഒരു സങ്കടം വന്നാൽ ഹച്ചിമ്പായി കരയും, സന്തോഷം വന്നാൽ ചിരിക്കും, സന്തോഷം വന്നാൽ ചിരിക്കും. ഇതൊക്കെ കോമൺലി മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം എല്ലാം സെയിമാണ്. അപ്പം ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളെ സിനിമകളിലേക്ക് ആക്കുമ്പോഴാണ് ആ സിനിമയ്ക്ക് കുറെ കൂടെ ജീവൻ വെക്കുന്നത്. നിയർ, അതായത് എൻ്റെ അടുത്ത് നടന്ന കഥ, എൻ്റെ ജീവിതത്തിൽ നടന്ന കഥ എന്ന് പറഞ്ഞ് ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ അത് സ്വാധീനിക്കപ്പെടും. ഈ സ്വാധീനത്തിലാണ് നമ്മൾ പറയൂലേ ആ സിനിമ സൂപ്പർ ഹിറ്റായി എന്നൊക്കെ. നമ്മൾ എന്തുകൊണ്ടാണ് ഹിറ്റുകൾ പിറക്കുന്നതെന്ന് വെച്ചാൽ ആ സിനിമ പ്രേക്ഷകനോട് അടുക്കും. അപ്പം ഇത്തരത്തിലുള്ള ഞാനൊരു റിയലിസ്റ്റിക് സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ശരിക്കും ഒരു സിനിമാക്കാരനാണ്. ഞാൻ പഠിച്ച പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മളോടൊക്കെ ക്ലാസ്സിൽ നിന്നൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ സമൂഹത്തിലേക്ക് കണ്ണു തുറന്നിരിക്കണം. നമ്മുടെ മുന്നിലൂടെ കഥാപാത്രങ്ങൾ പോകുന്നുണ്ട്. നമുക്ക് ചിലപ്പം ഒരു പേപ്പറിൽ നിന്നായിരിക്കും ഒരു കഥ, ഒരു പേപ്പർ വാർത്തയിൽ നിന്നായിരിക്കും ഒരു കഥ ഉണ്ടായി വരുന്നത്. ചിലരുടെ അനുഭവങ്ങൾ കേൾക്കുന്നിടത്താണ് നമുക്കൊരു സിനിമ രൂപപ്പെട്ടു വരുന്നത്. ചില കാഴ്ചകളിൽ നിന്നായിരിക്കും ചില സിനിമകൾ രൂപപ്പെട്ടു വരുന്നത്, ചില കഥകൾ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ജീവിതത്തിൽ ആ പെൺകുട്ടി പറഞ്ഞ ഒരു അനുഭവം, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മാലാഖയുടെ കഥയാണ്. അതായത് പിന്നെ മാലാഖ കൂട്ടത്തിൽ കറുത്തുപോയൊരു മാലാഖ, ആ മാലാഖയെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. ഇത് ആ കുട്ടിയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഇത് ആ കുട്ടിയുടെ ജീവിതത്തിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ജീവിതം മുന്നോട്ട് അവഗണന നേരിടുന്നു. ഇത് ഒരിക്കൽ ഫാദറുമായിട്ട് സംസാരിക്കുന്നു. ഫാദർ എന്നോട് സംസാരിക്കുന്നു. ഇത് ആ സമയത്ത് നമുക്കൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് നമ്മളൊരു സിറ്റുവേഷനിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നോക്കുമ്പോൾ ഇത് ഈ കുട്ടിക്ക് മാത്രം ഉണ്ടായ അനുഭവമല്ല. ഇങ്ങനെ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ലാസ്റ്റ് ഫേസ്ബുക്കിൽ എഴുതിയൊരു പോസ്റ്റ് ഉണ്ട്. അവർ ബോഡി ഷേമിങ്ങിന് വിധേയായൊരു സാധനമുണ്ട്. അത് നമ്മൾ ഇത്രമാത്രം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ തമ്മിൽ ഈ സംസാരിക്കുന്ന ഈ സമയത്ത് അയർലൻഡിലും ഒക്കെ നടക്കുന്ന, ഓസ്ട്രേലിയയിലൊക്കെ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മൾ പേപ്പറിൽ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നടന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ്റെ മരണം. അതായത് ലോകം എത്രമാത്രം ഉന്നതങ്ങളെക്കുറിച്ച് ചൊവ്വായിൽ പോയി താമസിക്കണം നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സൊക്കെ ഇപ്പോഴും ചിലവരുടെ മനസ്സൊക്കെ ഇന്ന് പോന്നിട്ടില്ല. ദുഷ്കരം മാത്രമല്ല, നമ്മളൊക്കെ ഇപ്പോഴും നമ്മുടെയൊക്കെ മൈൻഡുകൾ എപ്പോഴും ക്ലോസ്ഡാണ്. അതായത് മാറ്റി നിർത്തപ്പെടുകയാണ്. എന്തിൻ്റെ പേരിൽ? നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ. അപ്പം ഇതിനെതിരെയാണ് ശരിക്കും ഇരുനിറം സംസാരിക്കുന്നത്. ഈ ഇരുനിറത്തിൻ്റെ കഥ ശരിക്കും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ സമൂഹത്തിൽ നിന്നാണ്. കാരണം ഇവിടെ ഉണ്ടായ ചില അനുഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് പേര് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടത്തുന്ന സമയത്ത് പിന്നെ എൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ്സ് ഉണ്ട്, സുഹൃത്താണ്, സാൻഡി എന്നാണ് ആളുടെ പേര്. ആളുടെ വൈഫ് ഒരു ടീച്ചറാണ്. അവളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നൊരു കഥ എന്നോട് പറഞ്ഞു. ഈ സിനിമ അവിടെ ഞങ്ങൾ മ്യൂസിക്കിന് ഇരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ പോയപ്പം പല അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ ഞെട്ടും. ഒന്നും അല്ലല്ലോ, ഞാൻ ഈ കേട്ടതൊന്നും അല്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളെ ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ചില വാർത്തകൾ, ചില അനുഭവങ്ങൾ, ചില കാഴ്ചകൾ, ചില പിന്നെ കേൾവികൾ ഒക്കെ എപ്പോഴും ഒരു കലാകാരനെ സ്വാധീനിക്കാറുണ്ട്. കാരണം കല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഘർഷമാണ്. അതായത് ചില കാര്യങ്ങളോട് കലയിലൂടെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ചില കാലഘട്ടങ്ങളിൽ നമുക്കത് കലാകാരന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. കാരണം അങ്ങനെ വലിയൊരു എന്താ പറയുക, ഒരു നമുക്കൊക്കെ ഒരു കത്രിക വെക്കേണ്ട അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാൻ പറ്റണം. കാരണം നമ്മൾ ആർക്കെങ്കിലും വേണ്ടിയൊക്കെ നമ്മൾ സംസാരിക്കണം. ഇപ്പൊ ഇരുനിറം എന്ന് പറയുന്ന മൂവി ഞാൻ ചോദിച്ച ഫാദർ, അദ്ദേഹത്തിന് അത് കാണാൻ സാധിച്ചിരുന്നോ? ഇല്ല, അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിട്ടില്ല. അത് തിയേറ്റർ റിലീസിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അത് ഞങ്ങൾ ഇപ്പൊ അത് തിയേറ്റർ റിലീസിലേക്ക് ചെയ്യാതിരിക്കുന്ന വെച്ചാൽ അത് ഒരുപാട് ഫെസ്റ്റിവൽ പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് സാവകാശം റിലീസ് ചെയ്യാൻ കുറെ അവാർഡ് മേടിച്ചിട്ടേ ഇറങ്ങുള്ളൂ. ഇതൊക്കെ നല്ല കാര്യം. അപ്പം
അങ്ങനെ പിന്നെ സംഭവിക്കട്ടെ എന്ന് നിങ്ങൾ സച്ചിൻ ഭായി പറഞ്ഞ പോലെ അങ്ങനെ സംഭവിക്കട്ടെ തീർച്ചയായിട്ടും സംഭവിക്കണം. ഇപ്പം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ചെയ്തൊരു ഇൻ്റർവ്യൂ ശ്രീ അനീഷ് ബാബു അബ്ബാസ് എന്ന് പറഞ്ഞ ഡയറക്ടർ, അദ്ദേഹം പൂവെന്ന് പറഞ്ഞൊരു മൂവിയാണ് ചെയ്തേക്കുന്നത്. 15-ൽ പരം അവാർഡുകൾ ഓൾറെഡി ആ സിനിമക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ അത് തിയേറ്റർ റിലീസായിട്ടില്ല. അപ്പോൾ സന്തോഷമുള്ളൂ, ഇനിയും അവാർഡുകൾ കിട്ടട്ടെ. കാരണം ഒരു കാലഘട്ടത്തിൽ അവാർഡ് അന്യം നിന്നിരുന്ന ഒരു നാടാണ് സിനിമാ വ്യവസായമാണ് മലയാളം എന്ന് പറയുന്നത്. ശരിയല്ലേ? പ്രേം നസീർ സാറിൻ്റെ കാലത്തോ ആ ഒരു സമയത്തൊക്കെ അവാർഡുകൾ എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. ഇന്നും അത്രയും സിനിമയിൽ അഭിനയിച്ച നസീർ സാറിന് ഒരു അവാർഡില്ല. കൊടുക്കാമായിരുന്ന ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവാർഡ് എന്ന് പറയുന്നതിന് വലിയ വില മെയിൻ അവാർഡുകൾക്കില്ല. കാരണം ഇപ്പോഴും ഒരു അവാർഡ് വിവാദങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവാർഡിൻ്റെ നാഷണൽ അവാർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കേസാണ്. അപ്പോൾ അതിലൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു മൂവിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ അനീഷ് ബാബു അബ്ബാസ് സാറിൻ്റെ മൂവി, അല്ലെങ്കിൽ ഇപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ മൂവി, ഇരുനിറം, ഇതെല്ലാം ഒരുപാട് അവാർഡുകൾ പുറത്തുനിന്നാണ് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ, അല്ലേ? കിട്ടട്ടെ എന്നാണ്. നല്ല നല്ല അവാർഡുകൾ നിങ്ങളെ തേടി വരട്ടെ. നിങ്ങൾ അങ്ങനെ ഞാൻ എന്താ പറയുക, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം നമുക്ക്. തീർച്ചയായിട്ടും. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെയൊക്കെ ഒരു കാലഘട്ടം അങ്ങനെയൊക്കെയാണ്. നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ ഈ ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ അങ്ങനെയാണ്. പക്ഷെ ഞാൻ ഈ ഇരുനിറം പറയുന്ന ഈ ആശയം, ഈ കഥ ഈ ലോകമുള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാവും. കാരണം അത് ആർക്കെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ ആശയത്തിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രേരകമായി മാറട്ടെ ഇരുനിറം എന്നാണ് ഞങ്ങൾ എൻ്റർ ദ ക്രൂ ആഗ്രഹിക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾ അത് സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. കാരണം ഇതൊരു നിശബ്ദതയുടെ, അല്ലെങ്കിൽ ഒരു സംസാരിക്കാൻ പിന്നെ സാധിക്കാത്ത ഒരാളുടെ കഥയാണ്. അതായത് അത് അത് നമ്മളോട് സംസാരിച്ച് അത് നമ്മൾ സിനിമയാക്കി മാറ്റി. അപ്പം എല്ലാ കാര്യങ്ങളിലും ഇതൊരു മനുഷ്യനായി കാണാൻ സാധിക്കണം നമുക്ക്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനപ്പുറം മനുഷ്യനാണ്. എല്ലാവരും മനുഷ്യനാണ്. പക്ഷെ എന്തോ നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷം, നമ്മുടെ പിന്നെ മറ്റന്തരീക്ഷങ്ങളൊക്കെ അവനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ജാതിയും മതവും അവൻ്റെ രാഷ്ട്രീയവും അവനിലെ എന്തെങ്കിലുമൊക്കെ പിന്നെ അംഗവൈകല്യങ്ങളായിക്കോട്ടെ, അതുപോലെ അവനെ മാറി ഇരുത്താനും മാറി ചിന്തിപ്പിക്കാനും ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ ശരിക്കും ഇവരൊക്കെ മുഖ്യധാരയിലേക്ക് വരേണ്ട ആൾക്കാരാണ്. അവരും മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്കിവിടെ ഒന്നും കുത്തകയല്ല, ആർക്കും ഇവിടെ ഒന്നും കുത്തകയല്ല. അതായത് പിന്നെ ഒരു ഇന്നൊരു മേഖല ഇന്ന ആൾക്കാർക്ക് മാത്രം കുത്തക എന്ന് പറയുന്നത് എല്ലാവർക്കും നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പം നിശബ്ദരായി മാറി നിൽക്കാതിട്ട്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇന്റർവ്യൂ നമ്മൾ ഫൈറ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ മുന്നിൽ ആ ചോദ്യങ്ങളുടെ മുന്നിൽ നിന്നു പോകാതെ ആ ചോദ്യത്തെ നമ്മൾ തിരിച്ചു ചോദിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം കണ്ടെത്തണം. അപ്പോൾ അതാണ് അങ്ങനെയാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇവിടെ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹം ഇത്രയൊക്കെ ഉന്നതിയിലെത്തി. ഇങ്ങനെ കുറേ പേര് സംസാരിച്ചു, കുറേ പേര് യുദ്ധം ചെയ്തു, കുറേ പേര് ചോദ്യങ്ങൾ ചോദിച്ചു, കുറേ പേര് അക്രമത്തിനിരയായി കാണും, കുറേ പേര് ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ട് കാണും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഇത്രയും നല്ലൊരു സാമൂഹിക അന്തരീക്ഷത്തിലും സാംസ്കാരിക അന്തരീക്ഷത്തിലും ജീവിക്കുമ്പോഴും ഇപ്പോഴും ഇത്തരത്തിലുള്ള ചില ചിന്തകളായി നടക്കുന്ന ഒരുപാട് പേര് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും, ചിലപ്പോൾ ചിലർ പബ്ലിക്കായിട്ട് പറയും, ചിലർ നിശബ്ദമായി ഈ സാധനം ഉള്ളിനുള്ളിൽ പ്രവർത്തിക്കും. അത് ചില ഘട്ടങ്ങളിലായിരിക്കും അവരത് പ്രകടിപ്പിക്കുന്നത്. ഇരുനിറം ശരിക്കും ഒരു നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു കുട്ടിയുടെയും അവളുടെ അച്ഛൻ്റെയും കഥ പറയുന്നതാണ്. പിന്നെ അതിലൂടെ അതിനൊക്കെ ലോകത്തിലെ ഏറ്റവും നല്ല നിറം ഏതാണെന്ന്, ലോകത്തിലെ ഏറ്റവും നല്ല നിറം ഏതാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സച്ചിൻ ഭായിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സച്ചിൻ ഭായിക്ക് ഇഷ്ടമുള്ള നിറം സച്ചിൻ ഭായിയുടെ ഇഷ്ടം നിറമാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ നിറമല്ല, ഏറ്റവും നല്ല നിറമല്ല, ഒരിക്കലും ഇല്ല. നമ്മളിപ്പം
ഞങ്ങളുടെ സിനിമയിൽ ഒരു സീനുണ്ട്. ഒരു സീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി നിറം അന്വേഷിച്ച് പോകുന്നതിനിടയിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു ടീച്ചറിനോട്. അപ്പം ആ ചോദ്യം ഇത്രേ ഉള്ളൂ, ലോകത്തിലെ ഏറ്റവും നല്ല നിറം വെളുപ്പല്ലേ? അപ്പം ഒറ്റ ഉത്തരം പോകുന്നുണ്ട്, എന്തുകൊണ്ട് മുടി വെളുക്കുമ്പോൾ താടി വെളുക്കുമ്പോൾ മനുഷ്യൻ കറുപ്പിക്കുന്നു? അതൊരു ചോദ്യമാണ്. ബാക്കിയെല്ലാം ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇതിങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ ഉടനെ ഇവിടെ കറുപ്പിക്കാൻ തുടങ്ങിയിട്ട് വേണം. ലോകത്തെ ഏറ്റവും നല്ല നിറം ഏതാണെന്നുള്ള ഒരു ചോദ്യവും കൂടെ നമ്മൾ ഇതിലൂടെ ചോദിക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആ നിറമായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിറം. പക്ഷെ ആ നിറമാണ് ലോകത്തിലെ ഏറ്റവും നല്ല നിറമെന്ന് ആരാ നമ്മളോട് പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെയാണ് ഇതിൻ്റെ അകത്തൂടെ. അത് ഈ ഒരു വിഷയത്തോടൊപ്പം തന്നെ ഇത് അന്വേഷിച്ച് ലോകത്തിലെ ഏറ്റവും നല്ല നിറം തേടി പോകുന്ന അമ്പിളിയുടെ സാഹചര്യങ്ങളും അമ്പിളി തന്നെ കണ്ടെത്തുന്ന ഉത്തരങ്ങളും ഒക്കെയാണ് ഇരുനിറം സംസാരിക്കുന്നത്. പിന്നെ നല്ല നല്ല പാട്ടുകളുണ്ട്. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് സാൻഡി. ഞാൻ നേരത്തെ പറഞ്ഞ സാൻഡിയാണ് പാട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷംസുദ്ദീൻ കുട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഒരു അതിൻ്റെ അകത്ത് ഒരു പാട്ട് എഴുതിയിരിക്കുന്നു. പിന്നെ അർജുൻ അഭയ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പുതിയൊരാളാണ് അതിൻ്റെ ബാക്കി പാട്ട് എഴുതിയിരിക്കുന്നത്. ഏകദേശം മൂന്ന് പാട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ആർട്ട് ചെയ്തിരിക്കുന്നത് ബിജു കാടകലത്തുണ്ട്. അതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് റെജി. ഈ ക്രൂന എങ്ങനെയാണ് നിങ്ങൾ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ വെച്ചാൽ സൗഹൃദങ്ങൾ എപ്പോഴും നമ്മളൊരു ക്രൂവിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു ഇതായി മാറാറുണ്ട് ചില സൗഹൃദങ്ങൾ. പിന്നെ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വേഷം ഇന്നയാൾ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു തോട്ട്സിലാണ് നമ്മൾ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ബാക്കി ഇപ്പോൾ ക്യാമറമാൻ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഒപ്പം തന്നെ മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും ആർട്ട് ഡയറക്ടർ ആണെങ്കിലും മറ്റേത് ഇപ്പോൾ ഈ സിനിമയിൽ പോലും ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരേപോലെ നടന്നവർ, ഒരേപോലെ പിന്നെ ജീവിത സാഹചര്യങ്ങളിൽ ചിന്തിച്ച ആൾക്കാരൊക്കെയാണ്. അപ്പം അതിൻ്റെ ഇടയിലേക്ക് ചിലർ വളരെ അവിചാരിതമായി വന്നു കയറും, ചിലർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ എപ്പോഴും തിരഞ്ഞെടുക്കാറ്. കാരണം എല്ലാവർക്കും കഴിവുണ്ട്. ആ കഴിവിനെ നമുക്കൊരു നല്ല സിനിമയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ചോദ്യവും അതിനുള്ള പിന്നെ ഉത്തരവും നമ്മൾ തന്നെ അത് നമുക്ക് പിന്നെ അറിയാം. നമ്മൾ സംസാരിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. ചിലർ സംസാരിക്കില്ല അധികം, ചിലർ അവരുടെ പ്രവൃത്തി കൂടി ആയിരിക്കും കാണിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ എഡിറ്റർ പ്രഹ്ലാദ് പുത്തഞ്ചേരി, പുള്ളി തന്നെയാണ് എൻ്റെ സിനിമ DI ചെയ്തിരിക്കുന്നത്. പുള്ളി കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി കന്നഡയിൽ പിന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ റെജി ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ക്യാമറമാനാണ്. നമ്മളെക്കാളൊക്കെ നല്ല വയസ്സുള്ള പുള്ളി. പിന്നെ നല്ല കുറേ സിനിമകളിലെ ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. പുള്ളിയാണ് കാടകലത്തിൻ്റെ സിനിമ ക്യാമറമാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്, ആൾ ഒരുപാട് ഹിറ്റ് സിനിമകളുടെയൊക്കെ പിന്നെ പ്രവർത്തിച്ച ഒരു ആളാണ്. ജസ്റ്റിൻ വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള മലയാളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടറെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഒപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഞങ്ങളൊക്കെ തമ്മിൽ നല്ല സൗഹൃദങ്ങൾ, എൻ്റെ എല്ലാവരുമായിട്ട് നമ്മൾ നല്ല സൗഹൃദമാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യം പെട്ടെന്ന് അവർ കമ്മ്യൂണിക്കേറ്റ് ആകും. മനസ്സിലായി. പിന്നെ മറ്റേ മേക്കപ്പ്, കോസ്റ്റ്യൂം, ഇതൊക്കെ ആണെങ്കിലും ശരി നമുക്ക് നല്ല നല്ല ബന്ധങ്ങളാണ്. പിന്നെ എപ്പോഴും ഒരു ഇതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പം ഇതൊരു സൗഹൃദം ഇതിനകത്ത് വേണം. സാമ്പത്തികത്തിനൊക്കെ അപ്പുറം ഒരു കഥയോടും ഈ സിനിമയോടും കാണിക്കുന്ന വേറൊരു അതാണ് ഞാൻ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ. പക്ഷെ എല്ലാവരും പ്രൊഫഷണൽ സിനിമാക്കാരാണ്, എല്ലാവരും സിനിമയെ ഉപജീവനപരമാക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പം എൻ്റെ പ്രൊഡക്ഷൻ കണ്ടുള്ളൂ ജിക്കു കട്ടപ്പന. അപ്പം ആള് പോലും നമ്മുടെ കൂട്ടത്തിൽ പിന്നെ വളരെ കാലങ്ങളായിട്ടുള്ള പരിചയങ്ങളാണ് ഇതൊക്കെ. ആള് ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഇതുവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോവുക, ഒരുമിച്ച് കൊണ്ടുപോയി എല്ലാവരും ഒരേ മനസ്സോടുകൂടി. എസ്പെഷ്യലി പേരെടുത്ത് പറയണം, അരുണിന്റെ പേരും മറക്കരുത്. ജിക്കു കട്ടപ്പന, അരുൺ എന്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ കൺട്രോളിംഗ് ഒക്കെ അരുണായിരുന്നു. അപ്പൊ ഇവരൊക്കെ നമുക്ക് ചെറുപ്പം, നമുക്കൊരു കാലഘട്ടത്തിൽ ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വർഷങ്ങളുടെ പരിചയമാണ്. അതെ, നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്തവരാണ്. ജിംബായിക്കാർ നമ്മുടെ കൂട്ടത്തിൽ യാത്ര ചെയ്തവരാണ്. അപ്പം നമ്മളൊരു
ഒരു നമുക്കൊരു പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ജിൻഡോനെ പരിചയപ്പെടുന്ന അരുൺ വഴി അത് തന്നെ തീർച്ചയായിട്ടും. അരുണിപ്പം ഒരുപാട് സിനിമകളിൽ ഇപ്പൊ ആർട്ടിസ്റ്റ് ആയിട്ട് മാറി. അതന്നെ. ഇപ്പൊ അതായത് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഡേറ്റിന് വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അതന്നെ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഇവരൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്ത ആൾക്കാരായിരുന്നു, യാത്ര പുറപ്പെട്ട ആൾക്കാരാണ്. അപ്പം നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ കൂടുന്നവരെയൊക്കെ കൂട്ടുന്നു, വീണ്ടും ജീവിതം മുന്നോട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു. പിന്നെ അങ്ങനെ അതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പം ഒരു ഇതിനകത്തൊരു എന്താ പറയുക, ഒരു വിട്ടുവീഴ്ചകൾ ഉണ്ടായിരിക്കും. അതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെ കലാമൂല്യമുള്ള ഒരു മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സാമ്പത്തികമല്ല പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്ത സിനിമകളൊക്കെ നമ്മൾ കണ്ടന്റ് ബേസിൽ കലാമൂല്യമുള്ളതും സിനിമകളൊന്നും ഒരു ടിപ്പിക്കൽ ഒരു കണ്ട് ആൾക്കാർക്കൊരു വിരസത വരുത്തുന്ന രീതിയിലല്ല. നമ്മൾ കൃത്യമായ രീതിയിൽ സിനിമ ഒരു ബോറടിക്കാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ സിനിമയെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമയ്ക്ക് ഇന്നതെന്നല്ല, സിനിമയാണ്. ഒറ്റ സിനിമയേ ഉള്ളൂ. അതിനെ നമ്മളിങ്ങനെ ഡൈവേർട്ട് ചെയ്യുന്നുള്ളൂ. സിനിമ പല രീതിയിലേക്ക് മാറ്റി, ആക്ഷൻ ആണെങ്കിലും കോമഡി ആണെങ്കിലും അതിങ്ങനെ ഓരോരുത്തരെ ഓരോ ചോയ്സിൽ പോകുന്നു. അടുത്ത പ്രൊജക്ട് എന്താണ് ഇപ്പോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അടുത്ത ഇത് ഞാൻ ചെയ്ത് ഈ സിനിമ കഴിഞ്ഞ അവിടുത്തെ എനിക്ക് ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പം തന്നെ അഡ്വർടൈസ്മെന്റ് ചെയ്യാറുണ്ട്. പിന്നെ ഒരു ഡോക്യുമെന്ററികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഡോക്യുമെന്ററികൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം ഈ സിനിമ കഴിഞ്ഞ അവിടെ തന്നെയാണ് മുഹമ്മദ് പേരാമ്പ്ര എന്ന് പറഞ്ഞിട്ട് കേരളത്തിലൊരു അറിയപ്പെടുന്നൊരു നാടക നടനുണ്ട്. പുള്ളിയുടെ ജീവിതം കെടാത്ത ചൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമായിട്ട് ഷംസുദ്ദീൻ കുട്ടോത്ത് എന്നയാൾ ജീവിത ചരിത്രം എഴുതി, ഇതിൻ്റെ കഥ എഴുതി. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാനും പിന്നെ ചന്തു മേപ്പയ്യുന്ന ക്യാമറമാനാണ് ചന്തു, പിന്നെ അതുപോലെ തന്നെ ഞാൻ അവരുടെ കമ്പനിയിൽ നിന്ന് എല്ലാം കൂടെ ചേർന്ന് ഒരു റഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് പുള്ളിയുടെ ജീവചരിത്രം ഒരു ഡോക്യുമെൻ്ററി ആക്കുകയാണ്. ഒരു ഡോക്യുമെൻ്ററി ഒരു അരമണിക്കൂറിന് ചോടെയുള്ളൊരു ഡോക്യുമെൻ്ററി അത് ചെയ്ത് കഴിഞ്ഞു. സിനിമയുടെ ഗ്യാപ്പിൽ നമുക്ക് അതിന് ഷൂട്ട് കഴിഞ്ഞു, എഡിറ്റിംഗ് കഴിഞ്ഞു. അതിപ്പം അതും ഇതുപോലെ തന്നെ അത് 1-2 ഫെസ്റ്റിവലിനൊക്കെ എൻട്രി റിസൾട്ടിനൊക്കെ കാത്തിരിക്കും. പക്ഷെ പുള്ളിയുടെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്ന വ്യക്തിയാണ്. ഇപ്പോഴല്ല, എനിക്ക് തോന്നുന്നു ഒരു 8 വർഷം 9 വർഷം മുമ്പെന്തോ കണ്ണൂർ വെച്ച് നടന്ന ഒരു നാടകം ഞാൻ കാണാനിടയായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ സിനിമയിൽ എനിക്ക് അദ്ദേഹത്തിന് അടുത്തറിഞ്ഞ് പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. മമ്മൂക്കാട് പുള്ളി ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നാടകത്തോട് ഇത് ഇത്രമാത്രം ഒരു അധിനിവേശമുള്ള ഒരു ആള്, നമ്മളൊരു ഇത്രയും പ്രായത്തിൽ പോലും പുള്ളിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നാടകത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴും ജീവിതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ അത്യാവശ്യം പ്രായമായിട്ടുണ്ട്. പിന്നെ പുള്ളി ഒരു എന്താ പറയാ, നമ്മളൊക്കെ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ നമ്മളെ പേരാമ്പ്ര എന്ന സ്ഥലത്താണ് പുള്ളിയുടെ നാട്. പുള്ളിയുടെ മകൻ എൻ്റെ കൂട്ടത്തിൽ ഇരുനിറത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, സിറാജ്. അപ്പം പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ച ഞങ്ങൾ പേരാമ്പ്രയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഒരു വേവ് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി. അതില് മൊമ്മക്കായിട്ട് ക്യാരക്ടർ ചെയ്തേക്കുന്നത് അല്ല, അത് സത്യത്തിൽ മുഹമ്മദ്ക്കാരിരുന്ന് മുഹമ്മദ്ക്കാരുടെ ജീവിതം പറയാണ്. അതുവഴി നമ്മൾ നാടകക്കാരുടെ ജീവിതം, അവരുടെ പരിമിതികൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, ഒപ്പം തന്നെ മുഹമ്മദ് ഖാന്റെ കൂട്ടത്തിൽ അഭിനയിച്ച ആൾക്കാരെ കുറിച്ച്, പിന്നെ അഭിനയിച്ച സിനിമകൾ, പിന്നെ ജീവിതം, അതെല്ലാം നമ്മൾ പറയണം. ആ പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് മുഴുവൻ മുന്നോട്ട് പോകുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ പേരാമ്പ്ര എന്ന് പറഞ്ഞ ഒരു നാട്ടുകാരെ വിട്ടിട്ടുള്ള ഒരു അല്ല, നമ്മളെ നാട്ടുകാരായതുകൊണ്ട് നമ്മളെ നാടുമായിട്ട് ചേർന്നിട്ടിരിക്കുന്ന ഒരു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റഷീദ് കേസി, അതുപോലെ തന്നെ ഈ പിന്നെ വേവ് മീഡിയ ചന്തു, അവരൊക്കെയാണ് ഇതിന്റെ നമ്മുടെ കൂടത്തിൽ നിൽക്കുന്ന ആൾക്കാർ. ഇവരാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. പിന്നെ ഷംസുക്ക തന്നെയാണ് അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സാൻഡിയാണ് അതിന്റെ BGM ചെയ്തിരിക്കുന്നത്. പിന്നെ അതാണ് ഇപ്പം ഞാൻ ചെയ്തോണ്ട് നിലവിൽ ഞാനിപ്പം അത് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പം ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ സിനിമ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വളരെ സുഹൃത്തായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ കഥകള് സ്ക്രിപ്റ്റിൽ നമ്മൾ ഡിസ്കഷൻ ഇരിക്കാറുണ്ട്. പിന്നെ ഇപ്പം ഞാനൊരു ഉടനെ ഷൂട്ട് തുടങ്ങാൻ പോകുന്നൊരു പടത്തിന്റെ
ഒരു സ്ക്രിപ്റ്റ് എൻ്റെ അല്ല ഉള്ള തന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളും, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത കഥകൾ ഇങ്ങനെ ഇതൊക്കെ സെർച്ച് ചെയ്തോണ്ടിരിക്കും. പിന്നെ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ പ്രൊജക്ട് ഇപ്പോൾ വല്ലതും പുതിയ പ്രൊജക്ട് ഞാനിപ്പോൾ ഒരെണ്ണം എഴുതുന്നുണ്ട്. പിന്നെ അതിങ്ങനെ പ്രോസസ്സിങ്ങിലാണ്, അത് ഒന്നും പുറത്തു വിടാനായിട്ടില്ല. പക്ഷെ അതിങ്ങനെ അതിന്റെ അണിയറയിൽ അടുത്ത നീക്കങ്ങളും നമ്മൾ അവാർഡ് ഓറിയന്റഡ് സബ്ജക്ട് തന്നെയാണോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഒരു കൊമേഴ്ഷ്യൽ ആയിരിക്കണം. അപ്പൊ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. കാരണം നമുക്ക് എല്ലാ പാറ്റേണും എല്ലാ ജോണറിലുള്ള മൂവിയും ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, മുകളിലിരിക്കുന്നു, തീരുമാനിക്കുന്നു. സിനിമ ഒരു യാത്രയാണ്. വളരെ അവിചാരിതമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ വളരെ അവിചാരിതമായിട്ട് സംഭവിച്ചാണ്. കാടകലമാണെങ്കിലും ഈ പിന്നെ പ്രതിലിപിയുടെ വർക്കാണെങ്കിൽ, ഈ പടച്ചവന്റെ കഥകൾ എന്ന് പറഞ്ഞ സിനിമകളാണെങ്കിൽ ശരി, ലാസ്റ്റ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന ഇരുനിറം പോലും വളരെ അവിചാരിതമായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്ന പെട്ടെന്ന് സംഭവിക്കുന്നു. പെട്ടെന്ന് നമ്മൾ അതിൽ ലോക്ക് ചെയ്യും. നമ്മളൊരു സൈഡിൽ കൂടെ റൂട്ട് പിടിച്ചു പോകുമ്പോൾ ഇപ്പുറത്തൂടെ വേറൊരു ട്രാക്ക് വർക്ക് ചെയ്യാണ്. ആ ട്രാക്ക് നമുക്ക് വളരെ സന്തോഷം തരുന്നതാണ്. നമുക്ക് സിനിമ ചെറുതോ വലുതോ എന്നില്ല, സിനിമ ചെയ്യുക, നല്ല സിനിമകൾ ചെയ്യുക, നല്ല സിനിമകളോടൊപ്പം പ്രവർത്തിക്കുക, നല്ല സിനിമാക്കാരോടൊപ്പം പ്രവർത്തിക്കുക. പിന്നെ നമ്മുടെ സിനിമകൾ എന്തെങ്കിലും രീതിയിലൊക്കെ ഒന്ന് സ്വാധീനിക്കപ്പെടുക, അത് മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കപ്പെടുക എന്ന് തന്നെയാണ് ഒരു ഡയറക്ടർ എന്ന നിലയ്ക്കും ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കും ഞാൻ സന്തോഷിക്കുന്നത്. പിന്നെ ഞാൻ അതിലാണ് ഒരു സന്തോഷം കണ്ടെത്തുന്നത്. എനിക്ക് സിനിമകളെ കുറിച്ച് സംസാരിക്കുക, അതുപോലെ തന്നെ സൗഹൃദങ്ങളെ കുറിച്ച് സംസാരിക്കുക. സിനിമയ്ക്ക് അപ്പുറം ഉള്ള സൗഹൃദങ്ങളുണ്ട്, വളരെ ചെറുപ്പകാലം മുതലുള്ള സൗഹൃദങ്ങളുണ്ട്. ഇപ്പോഴും കൂടെ പഠിച്ചവരൊക്കെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇപ്പോഴും സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുക, സിനിമയെക്കുറിച്ച് സംസാരിക്കുക, അതൊക്കെയാണ് സിനിമയാണ് നമ്മളെ ഒരു എന്താ പറയാ ഒരു മുന്നോട്ട് നയിക്കുക. അപ്പം സിനിമയിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമ്മളിങ്ങനെ പുതിയ പുതിയ പ്രൊജക്ടുകൾ വരുന്നു. ചിലത് നമുക്ക് ഇഷ്ടപ്പെടുന്നു, ചിലത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. അത് നടക്കേണ്ടത് നടക്കുന്നു. നമ്മൾ വീണ്ടും നമ്മളെ യാത്രകൾ എവിടെയൊന്നും നിർത്തുന്നില്ല, വീണ്ടും നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കുക. അതാണ് നമ്മളൊരു ലൈഫ്. പിന്നെ ഫാമിലിന്റെ രീതിയിൽ പോകുന്നു. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഈ ജീവിത രീതി, സിനിമ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കാരണം ബേസിക്കലി ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് തന്നെ. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം പിന്നെ സിനിമയാണ് നമ്മുടെ ഏറ്റവും സംസാരിക്കാനും ഇഷ്ടമുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. ഓക്കെ ജിൻഡോ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതാണ്, എൻ്റെ വൈഫ് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ഡയറക്ടർ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം, ആ നടന്നിരുന്നൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നമ്മുടെ സൗഹൃദങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ, ഇവരൊക്കെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഒരു സിനിമാക്കാരനാകാൻ വേണ്ടി ഒരു നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന ഒരാളെ എനിക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്നതൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ എൻ്റെ ഫാമിലി, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചാച്ചനും അമ്മയും എൻ്റെ സഹോദരങ്ങളും ഒക്കെ എൻ്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു. കാരണം നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി എല്ലാവിധ സഹായങ്ങളും അവർ തന്നു. പിന്നെ സൗഹൃദം, എന്നെ സംബന്ധിച്ച് സൗഹൃദമാണ് എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ. പേര് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുകളുണ്ട്. പക്ഷെ ചിലരെ ഇപ്പോഴും അന്നും ഇന്നും എന്നും എന്നെ കൂടത്തിൽ ഒരു ചാലക ശക്തിയായി നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം വീഴ്ചകളായിരിക്കാം, തകർച്ചയിലായിരിക്കാം, അത് ചിലർ സാമ്പത്തികപരമായിട്ട് സഹായിക്കുന്നവരുണ്ടാവും, മാനസികപരമായിട്ട് സഹായിക്കുന്നുണ്ടാവും ഒക്കെ. ഞാൻ അവരുടെ മുന്നിൽ ഇന്നും അവരുടെ പഴയ 10ാം ക്ലാസ്സുകാരനും പഴയ 8ാം ക്ലാസ്സുകാരനും പഴയ 9ാം ക്ലാസ്സുകാരനും എനിക്ക് അവരോടൊപ്പം അങ്ങനെ തന്നെ ആയിരിക്കാനാണ് അവസ്ഥ. ഞാൻ എൻ്റെ നാട്ടിൽ ഒരു നാട്ടുംപുറത്തുകാരനായി തന്നെ ജീവിക്കുകയാണ്. പിന്നെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പം ചില സിനിമകളിൽ ചില രീതിയിൽ ഒരുപാട് തവണ നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട്. ഒരുപാട് തവണ ഈ പറ്റിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള പറ്റിക്കലുകളായിരിക്കും. അപ്പം ഞാൻ ആദ്യം നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ സംസാരത്തിനിടയിൽ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സിനിമയോടുള്ള അധിനിവേശം കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു സിനിമാക്കാരനായി മാറും. നമുക്ക് അറിയത്തില്ല ഇത് ആരാണ്, എന്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതൊക്കെ സിനിമയിലേക്കുള്ള വഴിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. സമയത്ത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തവണ സാമ്പത്തികപരമായിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒപ്പം തന്നെ
മാനസികപരമായിട്ട് ഭയങ്കരമാണ് ടോർച്ചറിങ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ചില സമയത്ത്. ഇത് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. മാനസികപരമായിട്ട് ഒരുപാട് നമ്മൾ ടോർച്ചറിങ്ങിനൊക്കെ വിധേയമാകാറുണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വരുമ്പോഴത്തേനും നമ്മുടെ ചിലപ്പോൾ ഇതിനോടുള്ള അധിനിവേശം നമുക്ക് കുറഞ്ഞു പോകാൻ, പക്ഷെ അധിനിവേശം കൂടുകയുള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടിയിട്ടുള്ളൂ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലി ആണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എൻ്റെ കൂടത്തിൽ നിന്നവരെ അവരുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ കൂട്ടുകാരുണ്ട്. അപ്പം ഇതൊന്നും ചിലപ്പം ഒരുപാട് പറയാൻ പറ്റാത്ത ഒരുപാട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ദുരനുഭവത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ചൂഷണത്തിന്റെ വിധേയത്തിൽ, ഞാൻ ചൂഷണം എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള, അപ്പം അങ്ങനെയൊക്കെ പടിയിറങ്ങിപ്പോയ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടർമാരുണ്ടായിരിക്കും. ഡയറക്ടറാകാൻ കൊതിച്ച് കുറച്ച് മുന്നോട്ട് പോകുമ്പം എന്ത് ചെയ്യണമെന്ന്, ജീവിതമാണോ സ്വപ്നമാണോ പിടിക്കേണ്ടതെന്നുള്ള രീതിയിൽ ചിലപ്പം ഇതൊക്കെ ഇട്ടിട്ട് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ട് സിനിമ എന്ന് പറഞ്ഞ വെളിച്ചത്തിലേക്ക് പറന്നു വന്ന കുറേ ഇയലുകളെ നമ്മൾ സങ്കല്പിക്കും. ചിലപ്പം ഈ വെളിച്ചത്തിൽ കരിഞ്ഞുപോയ ഇയലുകളായിരിക്കും കൂടുതൽ. ചിലരതിനെ അതിജീവിച്ചു, ചിലർ കരിഞ്ഞുപോയ ആൾക്കാരുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഒരുപാട് പേരുടെ കഥകൾ കേൾക്കാറുണ്ട്. കഥ കേൾക്കാറില്ല, നമ്മുടെ തന്നെ പരിചയത്തിൽ ഒരുപാട് പേരുണ്ട്. അപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്ന ആളോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന ആളോ സിനിമയിൽ ഏത് മേഖലകളിലേക്ക് വരുന്ന ആളാണെങ്കിലും സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് വന്ന് നാളെ നമുക്ക് സിനിമയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സിനിമയെ സ്നേഹിക്കുക. സിനിമ തരുന്ന മറ്റു കാര്യങ്ങളെല്ലാം സ്നേഹിക്കുക, സിനിമയെ നമ്മൾ സ്നേഹിക്കുക. സിനിമയെ സ്നേഹിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ നമുക്ക് തിരിച്ചു തരും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഇതൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർണ്ണ വെളിച്ചങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ പിന്നിൽ ഇത് കുറച്ച് സ്ട്രഗിൾ പിടിച്ചൊരു പരിപാടിയാണ്. സ്ട്രഗിളാണ് ഇത് ശരി. അങ്ങനെ ആ സ്ട്രഗിളിനോട് പൊരുത്തപ്പെടാനും അതിനോട് ആ സ്ട്രഗിളിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാനുമുള്ള ആദ്യത്തെ ഒരു മനസ്സ് നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. പല അനുഭവങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും, പല രീതിയിലുള്ള ഒറ്റപ്പെടലുകളുണ്ടാവും, പല രീതിയിലുള്ള ചിലപ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പം ഒറ്റപ്പെട്ടു എന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മളൊരു വിമർശിക്കുന്നവരുണ്ടായേക്കാം. ഇവനെന്താ അങ്ങോട്ടായി രാവിലെ പോകുന്നത്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കൊരു വെള്ളിയാഴ്ചയുണ്ട്, നാളെ നമുക്കൊരു സ്ക്രീനുണ്ട്. പിന്നെ ഇതിനൊക്കെ അപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ നാട്ടുകാരനാണ് ജിൻസൺ ജോൺസൺ, ഇന്ത്യൻ ഒളിമ്പ്യൻ, എൻ്റെ കൂട്ടുകാരാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ്. ഞാൻ ഒരിക്കലും അവനാകാൻ ശ്രമിക്കരുത്. അവൻ അവൻ്റെതായിട്ടുള്ളൊരു കഴിവുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതായത് അവൻ നല്ലൊരു ഓട്ടക്കാരനാണ്, ഞാൻ ഇപ്പം എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളാകാനോ നിങ്ങൾ ഞാനാകാനോ ശ്രമിക്കരുത്. നമുക്കെല്ലാവർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളായിരിക്കും. ചിലർക്ക് എഴുതാൻ കഴിവുണ്ടാവും, ചിലർക്ക് പാടാൻ കഴിവുണ്ടാവും, ചിലർക്ക് ആടാൻ കഴിവുണ്ടാവും, ചിലർക്ക് ഓടാൻ കഴിവുണ്ടാവും, ചിലർക്ക് ജമ്പ് ചെയ്യാൻ കഴിവുണ്ടാവും, ചിലർക്ക് വരയ്ക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടാവും. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർഗശേഷി ഓരോ മനുഷ്യനുണ്ട്. ഇതിനെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കണം. നമ്മൾ ജസ്റ്റ് എനിക്ക് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മൾ സ്വയം ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതായിരിക്കും. ചിലപ്പം ചില ഘട്ടങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ഇത് എനിക്ക്, അത് നമ്മുടെ മനസ്സ് നമുക്ക് തന്നെ തോന്നും. കാരണം നമുക്കത് അറിയില്ലെങ്കിൽ അത് നമ്മുടെ മനുഷ്യന്റെ ഒരു അതിനെ ഞാൻ പറഞ്ഞുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതാക്കി ഒരു എന്താ പറയുക, ഒരു എന്താണ് മീൻസ് നമ്മളെപ്പോഴും അതിനെ ഒരു അടച്ചാക്ഷേപിച്ച് പറയുമൊന്നുമല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്വഭാവക്കാരാണ്, വ്യത്യസ്ത കഴിവുകളുള്ളവരാണ്, വ്യത്യസ്ത ഗുണങ്ങളുള്ളവരാണ്, വ്യത്യസ്ത ദോഷങ്ങളുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ കഴിവിനെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം. ആ കഴിവിനെ കണ്ടെത്തി നമ്മൾ മറ്റു ഒരാളുമായിട്ട് നമ്മളെ തന്നെ തുലനം ചെയ്തു, അവന് അങ്ങനെയാണ്, അപ്പോൾ എനിക്കിതൊന്നുമില്ല, അവൻ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ആകണം എന്നൊന്നുമില്ല. നമ്മളെല്ലാവരും, ഭൂമിയിലുള്ള എല്ലാവരും വ്യത്യസ്തരാണ്. ഒരു കുടുംബത്തിലുള്ള സഹോദരങ്ങൾ പോലും വ്യത്യസ്തരാണ്. നമ്മൾ തന്നെ നമുക്ക് വ്യത്യസ്തരാണ്, അല്ലേ? നമ്മൾ തന്നെ ചില നമ്മളെക്കുറിച്ച് ചോദിച്ചു നോക്കും, നമുക്ക് തന്നെ ഒരു വ്യത്യസ്തത നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും സിനിമയെ ഇഷ്ടപ്പെടുന്ന
ആൾക്കാരോട് അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമയിലേക്ക് വരാൻ താല്പര്യമുള്ളവരോട് ഞാൻ പറയുന്ന ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഇതൊരു കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു ഫീൽഡ് തന്നെയാണ്. കാരണം ആ ഒരു അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ മാത്രമേ നമുക്ക് ഇതിനെ ഇതൊരു പെട്ടെന്ന് നമുക്ക് വളരെ ഒരു ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യാമെന്നോ അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടി നമുക്ക് സിനിമയിൽ എത്തിപ്പെടാവുന്ന ഒരു ഇതല്ല. അതിന് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് വന്നാൽ അതിനൊരു സുഖമുണ്ട്. നമുക്ക് മനസ്സിന് നമുക്കും ഒരു സുഖം കിട്ടും. ഒപ്പം തന്നെ നമുക്ക് ആ വിജയത്തിനൊരു സുഖം ഉണ്ടാവും. അപ്പം അതൊരു രസമുള്ളൊരു പരിപാടി. ഇനി ഒരു രസപരമായിട്ട് നമ്മൾ സമീപിക്കത്തുള്ളൂ. ഭയങ്കര ഒരു രസം നമ്മൾ എടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമാണല്ലോ. നമ്മൾ സ്വയം തീരുമാനിച്ച് എടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം. നമ്മൾ മറ്റുള്ളവരെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ടുകൊണ്ട് അയാളെ പോലെ ആകാനോ അല്ലെങ്കിൽ സിനിമ തരുന്ന കുറെ മറ്റേ പേരും പണവും ഒക്കെ സ്വപ്നം കണ്ട് സിനിമയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുക, സിനിമാക്കാരാകാൻ നമ്മൾ ശ്രമിക്കുക, എഴുത്തുകാരനാകാൻ ശ്രമിക്കുക. പിന്നെ അതിനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തുക, അതിനുള്ള നമ്മളെ ആ ഒരു സാൽഗാർമിക വളർത്താനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെ വളർത്തി വലുതാകുമ്പോഴാണ് ഒരു സിനിമാക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഏത് ഫീൽഡിലാണ് നമുക്ക് നിലനിൽപ്പും ഒപ്പം തന്നെ വളർച്ചയും ഉണ്ടാകുള്ളൂ. നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഫൈറ്റ് ചെയ്യണം. ഓരോ ദിവസവും ഫൈറ്റ് ചെയ്തേ നമുക്ക് പറ്റുള്ളൂ. ഓരോ ദിവസവും നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളിപ്പം നമ്മളൊക്കെ ഇത്രയും ടെക്നോളജി വളർന്ന കാലഘട്ടത്തിൽ സിനിമ വ്യൂ പിന്നെ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് സീൻ കാണാൻ പറ്റും. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഡയറക്ടർ പോലും സീൻ കാണുന്നില്ല, ക്യാമറമാൻ മാത്രമാണ് കാണുന്നത്, എന്താണ് പതിയപ്പെടുന്നത്. അവിടെയൊക്കെ സംഭവിച്ചത് ക്ലാസിക്കുകളാണ് ഉത്ഭവിക്കുന്നത്. വലിയ വലിയ സിനിമകൾ ഇപ്പോഴും നമ്മളൊക്കെ ഞെട്ടിക്കുന്ന സിനിമകളുണ്ട്, ഞെട്ടിക്കുന്ന കഥകളുണ്ട്. നമ്മൾ ഇരുന്ന് ചിന്തിക്കുക അതൊക്കെ എങ്ങനെ എടുത്തു. അവരുടെയൊക്കെ ഒരു സിനിമയോടുള്ള അധിനിവേശം, അവരൊക്കെ ചെയ്ത ഒരു കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ നമുക്കെല്ലാം ടെക്നോളജി എല്ലാം നമുക്കുണ്ട്. ഇപ്പം സത്യം, തീർച്ചയായിട്ടും AI പോലും ഉണ്ട് നമുക്ക്. അതുപോലെ എല്ലാം ഉണ്ട് നമ്മുടെ മുന്നിൽ. ഡിജിറ്റൽ ആയതോടുകൂടി നമുക്ക് കുറച്ചും കൂടെ സിനിമ ഭയങ്കരവണ്ണം എളുപ്പമാകാൻ തുടങ്ങി. പക്ഷെ പണ്ട് കാലത്ത് നമുക്ക് മുന്നിൽ പോയ മഹാരഥന്മാരൊക്കെ ചെയ്തു വെച്ച് അവരുടെ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള സിനിമ ചെയ്ത് അത്തരത്തിലുള്ള നല്ല ചിന്തകൾ, നല്ല മൂല്യങ്ങളുള്ള സിനിമകൾ, ഒപ്പം തന്നെ നമ്മളൊക്കെ ഞെട്ടിച്ച സിനിമകൾ ഉണ്ടാവും. ഇപ്പോഴും നമ്മളെ ആ സിനിമ കാണുമ്പോൾ നമ്മൾ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഞെട്ടിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിലേക്ക് നമ്മൾ വരുന്നില്ല. കാരണം അതെനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഓരോ കാലഘട്ടത്തിൽ ജനറേഷൻ മാറിയത് കൊണ്ടായിരിക്കാം. ഇന്നിപ്പോ ടെക്നോളജി ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ടെക്നോളജി അത്രയധികം വളർന്നിരിക്കുന്ന ടെക്നോളജിയാണ്. ഇപ്പോൾ ഞാൻ ഇത് സംസാരിക്കുന്നിടയിൽ ഞാൻ എൻ്റെ ചിന്താഗതി പോയത് അന്ന് കാലഘട്ടങ്ങളിൽ ട്രെയിനിൽ വെച്ചിട്ടുള്ള ഓരോ ഷോട്ടുകളും ക്യാമറ എല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള കാലഘട്ടത്താണ്. ഒരു ട്രോളിയോ അങ്ങനെ ഒക്കെ ഉള്ളൂ അന്ന്, ജിബൊക്കെ ഉള്ളു. പക്ഷെ ഇന്ന് അതല്ല, ഹെലിക്യാമായി എല്ലാ ക്യാമും ഉണ്ട്. ആ ഒരു കാലഘട്ടത്തില് ഹെലികോപ്റ്റർ ഷോട്ട് എടുത്തിട്ടുള്ള കോളിൽക്കം പോലുള്ള സിനിമകൾ വന്നിട്ടുള്ള, ജെയിൻ സാറിന്റെ ഒക്കെ വന്നിട്ടുള്ളതിന് അതിൽ ഒരു കുതിര ഹോഴ്സ് റൈഡും എല്ലാം ആ കാലഘട്ടത്തിൽ എടുക്കുമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഒരു സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഇന്ന് എന്തൊക്കെ ക്യാമറ ഫെസിലിറ്റീസ് നമുക്കുണ്ട്, എല്ലാം ഈസി. ഈ പറഞ്ഞ പോലെ AI വരെ നമുക്കെല്ലാം ഇന്ന് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കണം. കാരണം അത് അവരെ ആ സമയത്ത് സത്യം നമ്മൾ ചെയ്താണ്. നമ്മളെ പൂർവികർ എന്ത് ചെയ്തു വെച്ചോ അതിൻ്റെ മുന്നോട്ട് നമുക്ക് പുതിയതായിട്ട് കൂട്ടിച്ചേർക്കാനേ പറ്റില്ല. അതൊന്നും മാറ്റാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, പണ്ട് ഫോണിൽ നിന്നും ആ ഫോണിലേക്ക് ക്യാമറ ആഡ് ചെയ്തു, ആ ഫോണിലേക്ക്. പക്ഷെ മൊബൈൽ ഫോൺ അന്നും ഇന്നും ഒറ്റ ഇതിൽ നിന്നല്ലേ നമുക്ക് പോകുന്നത്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അന്ന് ചെയ്തു വെച്ച ആ സിനിമകളൊക്കെ അവരൊക്കെ അന്ന് ചെയ്തു വെച്ചിരുന്ന ക്ലാസിക്കുകൾ, അന്ന് നമ്മളെ തിയേറ്ററിൽ കരയിപ്പിച്ച സിനിമകൾ, അന്ന് നമ്മളെ തിയേറ്ററിൽ ചിരിപ്പിച്ച സിനിമകൾ, അന്ന് നമ്മളെ സന്തോഷിപ്പിച്ച സിനിമകൾ ഒക്കെ ആ സിനിമകൾക്ക് വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ ഡയറക്ടർമാരും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ചെയ്ത ഏറ്റവും വലിയ കഠിനാധ്വാനങ്ങളുണ്ട്. അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. അപ്പം ഞാനെപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, അന്ന് അവരത് ചെയ്തത് എങ്ങനെയായിരിക്കും, എങ്ങനെയാണത് ചെയ്തത്, ഇന്ന് നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സിനിമ എന്ന് വെച്ചൊരു സ്ട്രഗിൾ, അത് സത്യത്തിലൊരു സ്ട്രഗിൾ തന്നെയാണ്. പിന്നെ അതിനെ ഇഷ്ടപ്പെടുക, പിന്നെ ഇതിനൊക്കെ അപ്പുറം ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകുക, പിന്നെ ഇതിലെ നന്മകളെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക, ഇതിലുണ്ടാകുന്ന
പിന്നെ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളും അല്ലെങ്കിൽ പിന്നെ കഷ്ടപ്പാടൊക്കെ ഇതിനൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യും. അത് സിനിമയിലും പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യാം, ജീവിതത്തിലും നമ്മൾ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു വിന്നറാകാൻ പറ്റുള്ളൂ. അപ്പം അതിനൊക്കെ ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഇത്രയും കാലത്തെ ഒരു ചെറിയൊരു നമ്മളൊന്നും വലിയൊരു ഒരു 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 വലിയൊരു സിനിമാക്കാരനായി മാറിയിട്ടുണ്ട്. നമ്മൾക്ക് ഒരു തുടക്കക്കാരൻ മാത്രമാണ് ഇപ്പോഴും മുന്നോട്ട് യാത്ര ചെയ്യാണ്. അപ്പൊ ഇത്തരത്തിൽ കിട്ടുന്ന ഇത്തരത്തിൽ ഉണ്ടാകുന്ന സിനിമകളും ഇത്തരത്തിൽ കിട്ടുന്ന അവാർഡുകളും സന്തോഷങ്ങളും ഒക്കെ നമുക്കൊരു പ്രചോദനമാണ്, മുന്നോട്ട് നീങ്ങാനുള്ള ഒരു പ്രചോദനം. കാരണം ഒന്നുമില്ലാത്തടത്തു നിന്നും നമ്മൾ ഇത്രത്തോളമൊക്കെ എത്താൻ സാധിച്ചു എന്നുള്ളത് അതൊരു വലിയ വിജയം തന്നെയാണ്. അത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് വന്നേക്കുന്നത്. ഒരു സിനിമാ പാരമ്പര്യമില്ല, അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. സിനിമാ പാരമ്പര്യമില്ല. അപ്പൊ അവിടെ നിന്ന് ഇവിടം വരെയൊക്കെ എത്താന്നുണ്ടെങ്കിൽ അതൊരു വളർച്ച തന്നെയാണ്. ഇനിയും മുന്നോട്ട് തന്നെ പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും അതിന് എല്ലാവിധ സപ്പോർട്ടുകളും നമ്മളെ സിനിമ കാണുന്ന പ്രേക്ഷകരും തീർച്ചയായിട്ടും ഇപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ അൾട്ടിമേറ്റ് വിധികർത്താവ് എന്ന് പറയുന്നത് പ്രേക്ഷകനാണ്. അതെ അതെ, പ്രേക്ഷകർ നമ്മളെ കൂട്ടത്തിൽ അത് സാധാരണ പ്രേക്ഷകൻ മുതൽ AC ഇരിക്കുന്ന എന്താ പറയുക AC കാറിൽ വന്നിരിക്കുന്ന ആൾ മുതൽ സാധാ ചായ കുടിച്ച് സാധാരണ സൈക്കിളിൽ വന്നിരിക്കുന്ന ആൾ പോലും നമ്മുടെ മുന്നിൽ സെയിം. ഇവരാണ് ശരിക്കും ഒരു സിനിമയുടെ ഒരു സിനിമാക്കാരന്റെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ടും അതാണ് നമ്മുടെ ഒരു വിജയി എന്ന് പറയുന്നത്. എൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ OTT റിലീസുകളാണ് വന്നിരിക്കുന്നത്, ഒന്നും തന്നെ തിയേറ്റർ റിലീസ് ആയിട്ടില്ല. അതൊരു പുതിയൊരു കാലഘട്ടത്തിലെ ഇപ്പം ഒരു വഴിയാണ്. അതൊക്കെ നല്ലൊരു ഇതായിട്ടാണ്. കാരണം അത് നമുക്ക് സിനിമ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിന് കുറച്ചും കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടി വിപണന സാധ്യതകളുണ്ട്. ആ വിപണന സാധ്യതകളെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതിനെ ബുദ്ധിപൂർവ്വം കച്ചവടപൂർവ്വം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കാമ്പും നല്ല പിന്നെ മേക്കിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരിക്കലും ഒരു എനിക്ക് തോന്നുന്നൊരു നഷ്ടക്കച്ചവടമായി മാറില്ല. കാരണം അതിൻ്റെതായിട്ടുള്ള വിപണന തന്ത്രങ്ങളുണ്ട്. ആ പുതിയ കാലം നിന്നടുത്തെന്നുള്ള സിനിമ ഓൾ വൈഡിലേക്ക് മാറി. നമ്മളെ നാട്ടിൽ ഇരുന്ന് നമ്മൾ കൊറിയൻ സിനിമകൾ കാണാറുണ്ട്. നമ്മളെ നാട്ടിൽ നമ്മളെ ആൾക്കാരെ കുറ്റം കൊണ്ടുപോകുന്ന കൊറിയൻ, ജപ്പാൻ, അതുപോലെ തന്നെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇറാനിയൻ സിനിമ. അതുപോലെ തന്നെ പിന്നെ കൊറിയൻ കിണ്ടിടുക്ക് സിനിമകളൊക്കെ നമ്മളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പം സിനിമയ്ക്ക് അങ്ങനെ ഒരു ഭാഷാന്തരമോ ഒരു ദേശാന്തരമോ ഒന്നുമില്ല. കലകൾക്ക് എപ്പോഴും ഒരു ഓൾ വേൾഡ്, അതായത് കലകൾക്കും സ്പോർട്സ് ഒക്കെ അങ്ങനെ ഇത്തരത്തിലുള്ള എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഒരു എൻ്റർ ദ വേൾഡിലാണ് മാർക്കറ്റ്. ഇന്നടത്ത് മാത്രം എന്നുള്ള രീതിയില്ല. അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് ഒരു വിപണി മൂല്യമുള്ള ഒരു കച്ചവട സാധനമാണ്. ഒപ്പം തന്നെ ആ കച്ചവടത്തിലേക്ക് നമ്മളൊരു മൂല്യച്ചോർച്ചയില്ലാത്ത, നമ്മൾ മൂല്യങ്ങൾ സംസാരിക്കുന്ന സിനിമകൾ കൂടെ സബ്ജക്റ്റുകൾ കൂടെ സംസാരിക്കുമ്പോൾ ആണ് ആ സിനിമ കുറച്ച് വിജയിയാവുന്നത്. മറ്റേന്ന് വെച്ചാൽ കേവലം ഒരു കണ്ണിന് ഇമ്പം നൽകുന്നതിനൊക്കെ അപ്പുറം കാതുകൾക്ക് ഇമ്പം നൽകുന്നതിനപ്പുറം അത് അവിടെ തീരുവാണ്. പക്ഷെ നമ്മളെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമയിലെ ഒരു സിറ്റുവേഷൻ തിയേറ്ററിൽ വിട്ടു പോകുന്നവൻ അല്ലെങ്കിൽ സിനിമ കാണുന്നവൻ്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോൾ സിനിമ കുറേ കൂടെ ആക്റ്റീവാകും. കുറേ കൂടെ നമ്മൾ ഈ മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ പറയുന്നത് അത് ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ കണ്ടിരിക്കുന്ന ആ പ്രേക്ഷകന്റെ കൂട്ടത്തിൽ പോകുമ്പോഴാണ് നിങ്ങളൊരു സിനിമ കണ്ടിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് ഈ സിനിമ കൊള്ളാം, സിനിമേനകത്ത് അപ്പം നിങ്ങളത് കൊള്ളാം എന്ന് പറയാൻ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് നിങ്ങളെ സ്വാധീനിക്കപ്പെടണം. അത് നിങ്ങൾ പറയില്ലല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങനെ വരുമ്പോഴാണ് സിനിമ എപ്പോഴും ഒരു വിജയിയായി മാറുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞ ഒറ്റ സിനിമയുള്ളൂ. അതിന് ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല. അത് കഥകൾക്കനുസരിച്ച് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീനിൽ വരുന്ന എല്ലാ സിനിമകളാണ്. അതിൽ എല്ലാ കാറ്റഗറിയുള്ള സിനിമകളുണ്ട്. അത് സ്ക്രീനിൽ പതിയുമ്പോൾ സിനിമയായി. അത് ഇന്ന സിനിമ എന്ന് നമ്മൾക്കങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നും എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അത് കഥകൾ ഡിമാൻഡ് ചെയ്യുന്നത് ഓരോ കാറ്റഗറി ആയിരിക്കും. കഥകൾ പറയുന്ന ആ കഥയാണ് ശരിക്കും സിനിമയുടെ ഏറ്റവും വലിയ നട്ടെല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കഥയിലാണ് ഇരിക്കുന്നത്. കഥയിലും ആ ആശയത്തിലും തിരക്കഥയിലും. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ഒരു സിനിമയുടെ വിജയം. ഒരു ഇന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഒരു സിനിമ പരാജയപ്പെട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വേട്ടയാടപ്പെടുന്നത് അതിന്റെ ടെക്നീഷ്യന്മാരെ, എസ്പെഷ്യലി അതിന്റെ ഡയറക്ടറെ. പക്ഷെ വിജയത്തിന് ഒരുപാട് അപ്പന്മാരുണ്ടാവും.
പക്ഷെ പരാജയപ്പെട്ടവൻ ഒരൊറ്റ അപ്പനുണ്ട്. അതെ. അത് എന്ന് വെച്ചാൽ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാവർക്കും അഭിമാനത്തോട് വരും. പക്ഷെ ഒരു സിനിമ തിയേറ്ററിൽ പൊട്ടി അല്ലെങ്കിൽ ഇത് പടം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പറയും അത് ഇന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലും അതിനകത്ത് കുറെ എക്സ്ക്യൂസ് കണ്ടെത്താൻ ശ്രമിക്കും. അപ്പം പക്ഷെ കൂട്ടായ്മയുടെ ഒരു വിജയമാണ് സിനിമ. ആ കൂട്ടായ്മയിലുണ്ടാകുന്ന ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു ശോഷണമായിരിക്കും അതിന്റെ പരാജയം. അത് ഏതെങ്കിലും ഭാഗത്തെ ശോഷണമായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും സിനിമ എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ഒരു കൂട്ടായ്മ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് സമൂഹത്തിലാണെങ്കിൽ ശരി, ഒരു സിനിമ ക്രൂവിലാണെങ്കിൽ ശരി, ഒരു കൂട്ടായ്മ എപ്പോഴും സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് പുതിയ ആളുകൾ നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഡയറക്ഷൻ സൈഡിലേക്കും അല്ലെങ്കിൽ റൈറ്റേഴ്സായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ പുതിയ ആളുകൾക്ക് എന്തെങ്കിലും അതായത് ഒരു അഡ്വൈസ് ആയിട്ട് അവരോട് എന്താണ് പറയാനുള്ളത് പുതിയ ആളുകൾക്കായിട്ട്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു ആവേശത്തിന് പുറത്ത് എടുത്തു ചാടേണ്ടതല്ല സിനിമ. കാരണം സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിനൊരു സ്ട്രഗിൾ ഉണ്ട്. ആ സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിരിക്കണം. അതൊരു യാത്രയാണ്. ചിലർക്കത് പെട്ടെന്ന് ഈസി വാക്ക് ഓവറിൽ കിട്ടും, ചിലർക്കതൊരു സ്ട്രഗിൾ തന്നെയാണ്. അതിലൂടെ ആ മുള്ളുകൾക്കിടയിലൂടെ അത് കുറച്ച് നടന്നും അധ്വാനിച്ചും പോയാൽ മാത്രമേ നമുക്കൊരു വിജയിയാകാൻ പറ്റുള്ളൂ. ആ വിജയത്തിനാണ് നമുക്കൊരു സുഖം ഉണ്ടാവുള്ളൂ. ഒപ്പം തന്നെ എനിക്കൊരു സിനിമാക്കാരനാകണം അല്ലെങ്കിൽ ഇതാണ് സിനിമയിൽ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യണമെന്നൊരു പെട്ടെന്ന് ഓടി വന്നിട്ട് നമുക്ക് ഒന്നും ആകാൻ പറ്റത്തില്ല. അതെ, ഇച്ചിരി കഷ്ടതകളൊക്കെ ഉണ്ട്. അത് ഏറ്റെടുക്കാനുള്ള മാനസികമായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് എപ്പോഴും വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവിനെ നമ്മൾ തിരിച്ചറിയണം. അതായത് മറ്റേ നമ്മുടെ ആഗ്രഹമാണ്, പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ അതിനും അപ്പുറം വേറൊരാളുണ്ടാവുമായിരിക്കും. അതിനെ നമ്മൾ തിരിച്ചറിയാൻ വരണം. അപ്പം അതിനെ തിരിച്ചറിയാണ്ട് വരുമ്പോഴാണ് നമ്മൾ പകുതിക്ക് വെച്ചിട്ട് ഇതിട്ടിട്ട് പോകുന്നത്. കറക്റ്റ് അല്ലേ? അപ്പം നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പം റോട്ടിൽ നിന്നിട്ട് ഇറങ്ങുകയും ചെയ്തു, അങ്ങ് യാത്ര പുറപ്പെടുകയും ചെയ്തു, പക്ഷെ അങ്ങ് എത്താൻ പറ്റിയില്ല. അപ്പം അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിലെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണോ ചെയ്യുന്നതെന്ന് സ്വയം ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യം പറഞ്ഞ പോലെ, അവന് സ്പോർട്സിൽ അവനൊരു ഓട്ടക്കാരനായി. അവനെ കണ്ടുകൊണ്ട് ഞാൻ നാളെ തൊട്ട് ഓടാൻ പോയി കഴിഞ്ഞാൽ എനിക്കിതൊന്നും സംഭവിക്കില്ല. അവനുള്ള കഴിവ് വേറെ, എനിക്കുള്ള കഴിവ് വേറെ. ഇപ്പം നമ്മളൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ നമുക്ക് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് പാട്ട് പാടാൻ നമുക്ക് പറ്റും, പക്ഷെ നമ്മുടെ പാട്ട് കേൾക്കുന്നതും അവരുടെ പാട്ട് കേൾക്കുന്നതും രണ്ടും രണ്ടാണ്. നമുക്ക് പാട്ടുകാരനാകാനല്ലായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഈശ്വരൻ തന്നിരിക്കുന്ന കഴിവ്. നമുക്ക് ചിലപ്പം ഒരു നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവായിരിക്കും. അപ്പം അത് നമ്മൾ കണ്ടെത്തുക. പിന്നെ ഞാൻ പുതിയ ആൾക്കാരോട് ഒറ്റ കാര്യം വന്നു, ഇതൊരു ആവേശത്തിന് പുറത്ത് എടുത്ത് ചാടാൻ പറ്റുന്നൊരു മേഖലയല്ല. ഇത് വളരെ പക്വപരമായി തീരുമാനിച്ചെടുത്ത് ഇറങ്ങി വരേണ്ട ഒരു ഫീൽഡും, ഒപ്പം തന്നെ ആ യാത്ര ചില ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് സ്ട്രഗിൾ ആയിരിക്കും. പലരും, എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കാം, തെറ്റാം ശരിയാവാം, പലരും ചിന്തിക്കുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്ന് പെട്ടെന്ന് പൈസക്കാരനാകാം. ഇതാണ് പല ഇന്നത്തെ പല കുട്ടികളുടെയും, ഇന്നത്തെ ജനറേഷനിൽ അത് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, അവരുടെ വിചാരം പെട്ടെന്ന് ഫെയിം ആവാം, പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ വന്നേക്കുന്ന എത്രയോ പേര് ഈ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് കണ്ടിട്ട് അത് ആ വെട്ടത്തിലേക്ക് വരുന്ന ഈയൽ പോലെ കരിഞ്ഞു പോയ എത്ര പേരുണ്ട് ഇല്ലേ? അങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം ഞാൻ കുറെ കാലം ഈ ഒരു തമിഴിൽ കുറച്ചാൽ ഞാനിപ്പോൾ മദ്രാസിലൊക്കെ ചെന്നൈയിലൊക്കെ AVM സ്റ്റുഡിയോൻ്റെ അടുത്തൊക്കെ ഞാൻ താമസിക്കുന്ന സമയത്ത് ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേര് വളരെ കാലങ്ങളായിട്ട് വന്ന് അവിടെ ജീവിതം ഹോമിക്കപ്പെട്ടവരുണ്ട്, വീട്ടിൽ പോകാൻ തിരിച്ചു പോകാൻ പറ്റാത്തവരുണ്ട്, എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ വിജയിച്ചവരുടെ കഥ മാത്രമല്ല, കുറേ പരാജിതരുടെ കഥയുണ്ട്. പക്ഷെ നമ്മളിപ്പം ചേട്ടൻ പറഞ്ഞ പോലെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് അങ്ങനെയാകാം ഇങ്ങനെയാകാം എന്നൊന്നും വിചാരിച്ചിട്ട് വന്നൊരു കാര്യമില്ല.
ഇവിടെ ഒന്നും പെട്ടെന്ന് സംഭവിക്കില്ല. അത് ഏത് മേഖലയിലാണെങ്കിലും നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നു, നിങ്ങൾ ആ ബിസിനസ് ചെയ്ത് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അത് ആൾക്കാരിലേക്ക് എത്തിച്ച് അതിനുവേണ്ടി നിങ്ങളൊരു ടൈം എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പം കേരളത്തിലെ തന്നെ ഫേമസ് ബിസിനസ്സുകാരുടെ ഒരു കഥ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ബിഹൈൻഡ് ദ കഥ എടുക്കണം. അല്ലാണ്ട് അവരുടെ ഇപ്പോഴത്തെ കഥയല്ല നിങ്ങൾക്ക് വേണ്ടി, അവരെങ്ങനെ അതിലേക്ക് വന്നു അത് നിങ്ങൾക്കൊരു പ്രചോദനമാണ്. അതുപോലെ തന്നെയാണ് ഓരോ സിനിമാ ഫീൽഡിലേക്ക് വരേണ്ട ആൾക്കാരും. ഇന്നയാൾ കണ്ടിട്ട് ഇന്ന ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് ഇതിപ്പോൾ വലിയ ഇതാണല്ലോ, അവരുടെ അപ്പം അല്ല നമ്മൾ എടുക്കുന്നത്, അവരുടെ പിന്നിലൊരു വലിയൊരു കഥയുണ്ട്, അവർ സ്ട്രഗിൾ ചെയ്തൊരു കഥയുണ്ട്. ആ കഥയിൽ നിന്ന് നമുക്ക് ജീവിതത്തിൽ പഠിക്കാൻ പറ്റിയ കുറേ പാഠങ്ങളുണ്ടാവും. അത് പഠിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ. അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഒരു ബിസിനസ്സുകാരനാകാൻ പറ്റൂല, ഒരു പാട്ടുകാരനാകാൻ പറ്റൂല, ഒരു സിനിമാക്കാരനാകാൻ പറ്റൂല, ഒരു അധ്യാപകനാകാൻ പറ്റൂല. പെട്ടെന്ന് ഒന്നും സംഭവിക്കില്ല. നമ്മൾക്ക് പിന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ള അതിൽ തന്നെ നമ്മളെ ഇത് പോയി അല്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ പെട്ടെന്ന് പൈസക്കാരനാകുന്ന വെച്ചാൽ അത് പറ്റത്തില്ല. നമുക്ക് അതിൽ സ്ട്രഗിൾ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വല്ല ലോട്ടറി അടിക്കേണ്ടി വരും. അത് സ്വാഭാവികമായിട്ടും നമുക്ക് വല്ല ലോട്ടറി അടിക്കും. പക്ഷേ ആ ലോട്ടറിക്കാരന് പോലും കുറേ ലോട്ടറി എടുത്തിട്ടാണ് അവൻ ലോട്ടറി അടിക്കാൻ പറ്റുന്നത്. എപ്പോഴെങ്കിലും കുറേ ലോട്ടറി എടുത്ത് വെച്ചിട്ടായിരിക്കും അവൻ ലോട്ടറി. അപ്പം പെട്ടെന്ന് ഇവിടെ ഒന്നും സംഭവിക്കില്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കാശുണ്ടാക്കാനോ പെട്ടെന്ന് പേരുണ്ടാക്കാനോ പെട്ടെന്ന് പിന്നെ ഒരു ഇതാകാനൊന്നും പറ്റില്ല. അതിന് സ്ട്രഗിളുണ്ട്, പരാജയങ്ങളുണ്ട്, അതിൽ വിജയങ്ങളുണ്ട്, അതിൽ സങ്കടങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ, ഇതിനെയൊക്കെ നേരിടാനുള്ളൊരു ചങ്കൂറ്റം നമുക്ക് എപ്പോഴും വേണം. എന്നിട്ട് വേണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടന്നെത്താൻ. ബുദ്ധിമുട്ടുണ്ടാവും, സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ആ ബുദ്ധിമുട്ടിനൊക്കെ അംഗീകരിക്കാനുള്ള കഴിവ് വേണം. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇട്ടിട്ട് പോയിട്ട് നമ്മളത് ചെയ്തു ഇത് ചെയ്തു എന്നൊരു കാര്യമില്ല. അത് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിന്നറാകാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഫാമിലി സപ്പോർട്ട്, നമ്മുടെ പാർട്ട്ണർ സപ്പോർട്ട്, നമ്മളെ സൗഹൃദങ്ങൾ, പിന്നെ നമ്മൾ ഈ സിനിമയോട് കാണിക്കുന്ന സിൻസിയറിറ്റി. സിനിമയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സിനിമ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ച് സ്നേഹിക്കും, 100% ഉറപ്പാണ്. കാരണം അത് സിനിമയ്ക്ക് മാത്രമുള്ള ഏത് സിനിമ എന്നല്ല, നമ്മളൊരു സ്പോർട്സിനെ ആയിക്കോട്ടെ, ഒരു ആർട്സിനെ ഏതിനെയാണെങ്കിലും അതിനെ നമ്മൾ സിൻസിയറായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉറപ്പായിട്ടും തിരിച്ച് തന്നിരിക്കും. അത് തിരിച്ച് തരുന്നത് വരെ നമ്മളത് വെയിറ്റ് ചെയ്യണം. അത് ഓക്കെ. ഒരു കാര്യം കൂടി, ഇപ്പോൾ ഞാനതൊരു വിവാദപരമായിട്ട് ആരെയും പേര് പരാമർശിച്ചുകൊണ്ട് പറയാനല്ല കേട്ടോ പറയുന്നത്. ഇപ്പോൾ കോൺക്ലേവ് നമ്മുടെ ട്രിവാൻഡ്രത്ത് നടന്നിരുന്നു, റൈറ്റ് അല്ലേ? അത് അറ്റൻഡ് ചെയ്തിരുന്നു. ഞാനപ്പോൾ അതിൽ ഞാൻ പറഞ്ഞാൽ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് നമ്മളിവിടെ ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റും ചോദിക്കണേണ്. അത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അതിന് ആൻസർ പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു എന്ന് ഞാനത് അറിഞ്ഞിരുന്നു. എന്തായിരുന്നു അവിടെ പോയതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഒരു ആസ് എ പേഴ്സൺ എനിക്ക് കോൺക്ലേവ്, ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ കോൺക്ലേവ് നടത്തിയ സർക്കാരിനോടും പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോടും അതുപോലെ തന്നെ വലിയ അഭിനന്ദനങ്ങൾ അവർ അർഹിക്കുന്നുണ്ട്. കാരണം അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി എനിക്കൊരു വലിയൊരു അനുഭവമാണ് എനിക്ക് ആ കോൺക്ലേവ് സമ്മാനിച്ചത്. കാരണം വേറെ അതിൻ്റെ വശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ എന്നെ പേഴ്സണലി നമ്മൾ ഗുരുതുല്യരായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുന്നു, ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾക്ക് സംസാരിക്കാൻ പറ്റുന്നു. അവരുടെ ഒരു കാഴ്ചപ്പാടിലുള്ള സിനിമയെക്കുറിച്ച് അവർ നമ്മളോട് സംസാരിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടിലുള്ള സിനിമയെക്കുറിച്ച് അവരോട് നമ്മൾ സംസാരിക്കുന്നു. ഇതിനൊക്കെ അപ്പുറം ഞാൻ 2 സെഷനിലാണ് 2 സബ് സെഷനിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സിനിമ സംസാരിക്കേണ്ടത്, പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജി എങ്ങനെ നമുക്ക് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റും, AI കുറിച്ചുള്ള സെഷൻസുകളുണ്ടായിരുന്നു. പിന്നെ ക്യാമറയിൽ വരുന്ന മാറ്റങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ സൗണ്ടിൽ വരുന്ന മാറ്റങ്ങളുണ്ടായിരുന്നു. എല്ലാ മാറ്റങ്ങളെക്കുറിച്ച് ഇൻ്റർനാഷണൽ ലെവലിലുള്ള വലിയ ആൾക്കാരുമായിട്ടുള്ള സെഷൻസുകൾ പേഴ്സണലി വളരെ ഗുണമായിരുന്നു എനിക്ക് ചെയ്തത്. അത് സിനിമയെക്കുറിച്ചും പിന്നെ എല്ലാ മേഖലകളെക്കുറിച്ചാണ് സംസാരിച്ചത്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻസുകളെ കുറിച്ച്, സിനിമ പ്രൊഡക്ഷൻസ് എങ്ങനെയാണ് സിനിമ മാർക്കറ്റ് ചെയ്യുന്നത്, ഒരു സിനിമ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് അവിടുന്ന് സംഭവിച്ചു. കോൺക്ലേവ് എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ വലിയൊരു സംഭവം തന്നെയായിരുന്നു. അല്ല, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു ഫോട്ടോസും കാര്യം. എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെതായ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ കാരണം അറിയാലോ, പേഴ്സണലി കുറച്ച്
സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റിയൊരവസ്ഥയായിരുന്നില്ല. എനിക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം കൂടി, ഇപ്പോൾ 1.5 കോടി സബ്സിഡി ഗവൺമെൻറ് ഒരു ഫിലിം ഗവൺമെൻറ് ഇതിൽ ചെയ്യണമെങ്കിൽ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. എന്താണ് ജിൻഡോയുടെ ആ ഒരു രീതിയിൽ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താണ്? അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുക, എനിക്ക് ഏറ്റവും അതിനെക്കുറിച്ച് പറഞ്ഞാൽ അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ അത് എത്തണം. അതാണ് എൻ്റെ ഏറ്റവും എൻ്റെ അഭിപ്രായം അതാണ്. അല്ല, അതല്ലെങ്കിലും കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം അർഹതപ്പെട്ടവൻ്റെ കയ്യിലെത്തണമെന്ന് പറയുന്നത്, ഇന്നും സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡ്യൂസറിന് തപ്പി നടക്കുന്ന ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ ഉള്ളവർ, നമ്മുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോറി ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. കാരണം ഒരു പ്രൊഡ്യൂസർ അത് വലിയൊരു സംഭവമാണ്. ഒരു പക്ഷേ ജിൻഡോ ആണെങ്കിലും ഞാനൊക്കെ എപ്പോഴും ഫേസ് ചെയ്യുന്നത്, ജിൻഡോ നേരത്തെ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് വരെ അങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരാൾക്കാരാണല്ലോ നമ്മൾ സിനിമക്കാരെന്ന് പറയുന്നത്. ഒരു പ്രൊഡ്യൂസറിനെ കാണുമ്പോൾ പ്രൊഡ്യൂസർ പറയുന്നത്, നിങ്ങൾ ആർട്ടിസ്റ്റിന് ഡേറ്റുമായിട്ട് വാ. ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ ആർട്ടിസ്റ്റ് പറയുന്നത്, നിങ്ങൾ പ്രൊഡ്യൂസറായിട്ട് വാ. ആർട്ടിസ്റ്റിന് ഡേറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസറിൻ്റെ ആവശ്യമുണ്ടാ? പ്രൊഡ്യൂസർ നമ്മുടെ പുറകിൽ വരും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് ഒരു 1.5 കോടി സബ്സിഡി തരുമ്പോൾ അത് അർഹതപ്പെട്ടവരെ കയ്യിൽ തന്നെ കിട്ടണം എന്ന് പറയുന്നത് സത്യം തന്നെയല്ലേ? അത് ആണ്. പിന്നെ മാത്രമല്ല, അതെനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് KFDCന്റെ ഒരുപാട് പ്രൊസീജിയറിലൂടെ കടന്നു പോകുന്ന നല്ലൊരു പ്രൊജക്റ്റാണത്. ഒരുപാട് പുതിയ ആൾക്കാർക്ക് അവസരം തരുന്ന, വനിതകൾക്ക് അവസരം നൽകുന്ന, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട അവസരം നൽകുന്ന നല്ലൊരു സർക്കാരിൻ്റെ പ്രോജക്റ്റാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായ രീതിയിൽ അതൊക്കെ എന്താണ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു അർഹതപ്പെട്ടവരുടെ ഇടയിലേക്ക് എത്തുമ്പോഴാണ് അതൊരു വിജയമായി മാറുന്നത്. പിന്നെ അതിലൂടെ വരുന്ന പ്രൊഡക്റ്റുകളും അങ്ങനെ തന്നെ ആയിരിക്കണം. നല്ല നല്ല സിനിമകളൊക്കെ അതിലൂടെ. ഞാൻ ഒന്നും കൂടി അതിനോട് അനുബന്ധമായിട്ട് ചോദിച്ചോട്ടെ, ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണോ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ആണോ? ഈ കേരള ഗവൺമെന്റ്. അപ്പൊ അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സംവിധാനം കേരളത്തിലല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഒരു സംസ്ഥാനത്തില്ല? എനിക്ക് അതിനെക്കുറിച്ച് ഉണ്ടായിരിക്കും, സ്വാഭാവികമായിട്ടും ഇതേപോലെ 1.5 കോടി രൂപ ഉണ്ടായിരിക്കും. കാരണം ഗുജറാത്ത്, മധ്യപ്രദേശ് തുടങ്ങിയ പിന്നെ സിക്കിം, അതുപോലെ തന്നെ ഒരുപാട് നല്ല ഹിമാചൽ പ്രദേശ് ഒക്കെ നല്ല സിനിമകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഗവൺമെന്റ് സബ്സിഡികളും തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ വേൾഡിൽ തന്നെ ഒരു വലിയൊരു ഹിറ്റ് ഒരു ഇൻഡസ്ട്രിയാണ്. ഒരു ഇതാണല്ലോ. നല്ല നല്ല ക്ലാസിക് സിനിമകളൊക്കെ ഇവിടുന്ന് വരുന്നു. ഒപ്പം തന്നെ വലിയൊരു പ്രേക്ഷകരുള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇൻഡസ്ട്രി. വലിയൊരു പ്രേക്ഷകർ. കാരണം നമുക്ക് കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും എല്ലാം വലിയൊരു പ്രേക്ഷകരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരുകൾ സിനിമയെ കുറച്ചും കൂടെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അത് സിനിമാ വ്യവസായത്തിനും സിനിമാക്കാർക്കും രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒക്കെ ഗുണം ചെയ്യും. അങ്ങനത്തെ ഒരു പോളിസി ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു ചർച്ചകളും അങ്ങനത്തെ കൂട്ടുള്ള ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. വലിയൊരു കോൺക്ലേവ്, വലിയൊരു ഡിസ്കഷൻ ആയിരുന്നു. കാരണം അവിടെ ഓപ്പൺ ഫോറം ഉണ്ടായിരുന്നു. അതിന് തന്മയത്വത്തോടു കൂടിയാണ് മന്ത്രി ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. പല പ്രശ്നങ്ങളും അവിടെ സംസാരിച്ചിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നം സംസാരിച്ചിരുന്നു, പ്രൊഡ്യൂസർമാരുടെ പ്രശ്നം സംസാരിച്ചിരുന്നു, അതുപോലെ തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, പ്രൊഡക്ഷനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഇതൊക്കെ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ്. പിന്നെ അവസാനം നമുക്ക് സംസാരിക്കുന്നതിനൊക്കെ അപ്പുറം നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞാനും എൻ്റെതായിട്ടുള്ള രീതിയിൽ എഴുതി കൊടുത്തു. പിന്നെ സ്വതന്ത്ര സിനിമകളെ കുറിച്ച് സംസാരിച്ചിരുന്നു, പിന്നെ സർക്കാർ സബ്സിഡികളെ കുറിച്ച് സംസാരിച്ചു. അത് ശരിക്കും ഒരു ചർച്ച, ഒരു നല്ലൊരു ചർച്ചാവേദിയായിരുന്നു. പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ഇതിനൊക്കെ അപ്പുറം നമുക്ക് കുറച്ചും കൂടി ഒരു സിനിമയെ എങ്ങനെ മാർക്കറ്റ് ചെയ്യപ്പെടാം, സിനിമയെ എങ്ങനെ നമുക്കൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്യാം, പുതിയ കാലഘട്ടത്തിലെ ടെക്നോളജി വെച്ച് എങ്ങനെ നമുക്ക് സിനിമകൾ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും, പിന്നെ സർക്കാരിൻ്റെ സിനിമാ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം കേന്ദ്ര സർക്കാരിൻ്റെ സിനിമാ സംവിധാനങ്ങൾ എങ്ങനെയാണ്, അസോസിയേഷനുകളെ കുറിച്ച് നമുക്കറിയാൻ പറ്റും. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അത് പോസിറ്റീവായി തന്നെ ഈ സർക്കാരിൻ്റെ കാലത്ത് സംഭവിക്കാനും സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ചലച്ചിത്ര അക്കാദമിയോടും പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോടൊക്കെ പ്രത്യേകമായിട്ടൊരു അഭിനന്ദനം നമുക്ക് പറയണം. കാരണം അതൊരു പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഗുണം ചെയ്തൊരു 2-3 ദിവസമായിരുന്നു അത്. ഒരുപാട് നല്ല സിനിമ പ്രവർത്തകരെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് പേരുടെ സിനിമ സംസാരിക്കാൻ പറ്റി,
നാഷണലും ഇൻ്റർനാഷണലും ഒക്കെ ഒരുപാട് സിനിമാക്കാരെ നമുക്ക് പരിചയപ്പെടാനും സൗഹൃദം പുതുക്കാനും ഒരുപാട് സിനിമ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഒരു 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 കുറേ അറിവുകൾ കിട്ടി. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പോസിറ്റീവ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു പോസിറ്റീവായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പോസിറ്റീവായിട്ട് തന്നെ സംഭവിച്ചേക്കാം. കാരണം പിന്നെ എന്താണ്, നമ്മളൊരു കുറേ വിവാദങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ അപ്പുറം പിന്നെ അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലോ വിവാദങ്ങൾ. ഇപ്പൊ നമ്മൾ രണ്ടുപേരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സുന്ദരമായിട്ടൊരു വിവാദം ഉണ്ടാക്കാം. തീർച്ചയായിട്ടും ഇന്ന് ഇപ്പൊ ഈ കോൺക്ലേവിന് പോയ 1-2 വിഷയങ്ങൾ മാത്രം ഞാൻ ചോദിച്ചാൽ മതി അത് വിവാദമായിട്ട് ഇപ്പോൾ മാറാനായിട്ട്. അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പോട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എനിക്ക് തോന്നുന്നു വിലപ്പെട്ട ജിൻഡോയുടെ ടൈമാണ്. എനിക്ക് വേണ്ടി കാലിക്കറ്റിൽ നിന്ന് ഞാനൊരു വിളിച്ചപ്പോൾ, ഓ സച്ചിൻ ഭായി ഞാൻ വരാം, ഒരിക്കലും അയ്യോ ഞാൻ തിരക്കാണ്, എനിക്ക് വേറൊരു ഡിസ്കഷനിൽ ഇരിക്കണേണ്. ഡിസ്കഷനിൽ ഇരിക്കുന്ന സമയമായിരുന്നു നിങ്ങൾ, എന്നിട്ട് പോലും ഞാനൊരു വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും വരും, എന്നത്തേക്കാണ് ഡേറ്റ് പറഞ്ഞു, ഞാൻ വന്നോളും എന്ന് പറയുകയും ഇവിടെ എറണാകുളത്ത് വന്നു. ഈ ഒരു സ്റ്റുഡിയോയിലേക്ക് ഇന്ന് വരാൻ സാധിച്ചു. നമ്മുടെ കൂടെ ഇത്ര നേരം സ്പെൻഡ് ചെയ്തു. ഒരുപാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ പറഞ്ഞു തന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനിയും ബാക്കിയുണ്ട്, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ടൈം നല്ല രീതിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പല ക്വസ്റ്റ്യൻസും ഒരു ആൻസറിലൂടെ തന്നെ അത് കുറച്ച് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു തന്നു ജിൻഡോ. എനിക്കൊരുപാട് കടപ്പാട് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ വരികയും. എന്താണ് ഒരു ചോദ്യം കൂടി, ലാസ്റ്റ് ഒരു ചോദ്യം, JC സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റോറി ബിഹൈൻഡ് യു ഞങ്ങളുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ജിൻഡോ എന്ന് പറയുന്ന ഭാവിയിൽ വരും ഒരു വലിയ ഡയറക്ടറിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. കാരണം പണ്ടും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ട് സംസാരിച്ച് നമ്മൾ ഒരുമിച്ചൊരു വർക്ക് ചെയ്തു. ആ സമയത്തും ഞാൻ എപ്പോഴും നോക്കി കണ്ടുകൊണ്ടിരുന്ന വെച്ചത് മറ്റൊരു ജോഷി സാറ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ജിൻഡോയുടെ ക്യാരക്ടർ ബേസ് വെച്ചിട്ട് ഞാൻ പറയുമായിരുന്നു. അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ മന്ത്രിക്കുന്നൊരു കാര്യമാണ്, ഈവൻ ഭാവിയിലെ ഒരു ജോഷി പോലെ അടിപൊളി മൂവിയുടെ ഒരു മാസ് മൂവിയുടെ ഡയറക്ടറായിട്ട് മാറും അന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് നേരെ ഡിഫറെൻ്റ് ആയിട്ട് അവാർഡ് സിനിമകളിലൂടെ ജനമനസ്സുകളിലേക്ക് കയറി പറ്റുകയും ഒരു നാടിൻ്റെ കാലിക്കറ്റ് എന്ന് പറയുന്ന പേരാമ്പ്ര എന്ന് പറയുന്ന ഗ്രാമീണമായിട്ടുള്ള എനിക്കറിയാവുന്ന നാടാണ് കുറ്റ്യാടി. പേരാമ്പ്ര എന്ന് പറയുന്നത് പേഴ്സണലി അറിയാവുന്നതാണ്. ആ പേരാമ്പ്രയിൽ നിന്ന് ആ പേരാമ്പ്രക്കാർക്കൊരു പേരുണ്ടാക്കി കൊടുക്കാനായിട്ട് ജിൻഡോ എന്ന് പറഞ്ഞ പേര് അവിടെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്ന് മലയാള സിനിമയിൽ തൻ്റെതായ ഒരു ചെയർ ഇട്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ജിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജിൻഡോയിൽ നിന്ന് ഞങ്ങളുടെ ഒരു കൊച്ചു സ്റ്റുഡിയോ JC സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്റ്റുഡിയോക്ക് സ്റ്റോറി ബിഹൈൻഡ് യു എന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് ഒരു ചെറിയ അഭിപ്രായം? ഒന്നാമത്തെ കാര്യം, ഞാൻ വളരെ വല്ലപ്പോഴൊക്കെ 2-3 പ്രാവശ്യമാണ് ഞാൻ ശരിക്കും ഈ ഇൻ്റർവ്യൂ നിങ്ങളെ കാണുന്നത്. അതൊക്കെ ഞാൻ അധികം വലിയ സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനത്തെ നമ്മളങ്ങനെ ഒരു അദ്ദേഹത്തെ ഈ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പരിപാടിയായിട്ട് തോന്നി. പിന്നെ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാനിപ്പോഴും പറഞ്ഞൊരു കാര്യം, ഒരു മലയോരത്ത് നിന്ന് ചക്കിട്ടപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് ഇവിടേക്ക് എത്തി ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. അപ്പം മുന്നോട്ടുള്ള പ്രചോദനങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും മുന്നോട്ടുള്ള പ്രചോദനങ്ങളാണ്. നാളെയിൽ നമ്മൾ ശുഭപൂർണമായൊരു ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്നതാണ്. അപ്പോൾ അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനങ്ങളായി മാത്രമാണ് ഇതിൽ വന്ന ആൾക്കാർക്കാണേലും. എന്നെക്കാളും പ്രഗത്ഭർ ഇവിടെ വന്നു പോയി കാണും, ഇനി പ്രഗത്ഭർ വരാൻ കിടക്കുന്നു. അപ്പം ഇതുപോലെയുള്ള അവസരങ്ങൾ ഒരുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമകൾക്കകത്തും അല്ലെങ്കിൽ കേവലം വെള്ളി വെളിച്ചത്തിൽ കാണുന്ന മുഖങ്ങൾക്കപ്പുറം ഇതിയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറേ ചാലക ശക്തികളുണ്ട്. അപ്പം ഇവർക്ക് വലിയൊരു സംസാരിക്കാനും ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും പറ്റിയൊരു ഇടമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത്. പിന്നെ ചെറുത് സിനിമയെ സംബന്ധിച്ചും ചെറുത് വലുത് എന്നൊന്നുമില്ല. സിനിമ എന്ന് ടോട്ടൽ ഒരു സിനിമയാണ്. അതെ. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മളെ പോലെ ആൾക്കാർക്ക് തരുന്നതൊക്കെ വലിയൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് നല്ല പ്രതിഭാധനന്മാർ നിങ്ങളോടൊപ്പം ഇങ്ങനൊരു സംസാരിക്കാനുള്ള ഇട വരട്ടെയെന്നും എന്നെക്കാളും വലിയ വലിയ ആൾക്കാരും വരട്ടെയെന്നും ഞാൻ നിങ്ങളോട് ആശംസിക്കുന്നു. അപ്പം തന്നെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ ഒരു പ്രചോദനമായി ഇതും ഞാൻ ഉൾക്കൊള്ളുന്നു. ഇന്ന് സിനിമ എന്ന് പറയുന്നത് അത് മലയാള സിനിമ എന്നല്ല പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിനിമ അങ്ങനെ പറയാം, പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേ എന്ന് പറയുന്നത്
എസ്പെഷ്യലി സെൻസർ കട്ടിങ് എന്ന് പറയുന്നത് വളരെ, നിങ്ങൾ സെൻസറിങ്ങിന് പോയ ഒരാളാണ്, നിങ്ങൾക്കത് ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ അറിയാൻ പറ്റും. എന്താണ് ഇന്നത്തെ ഈ ഒരു നമ്മുടെ സിനിമ വ്യവസായത്തിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ പോക്കിനെ കുറിച്ച് ഈ സെൻസർ കട്ടിങ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നു? ഞാൻ കേട്ടിട്ടുള്ള കാര്യമുണ്ട്. ഭാഗ്യത്തിന് നമ്മുടെ ഇപ്പോൾ ഈ സ്പീച്ചിലൊന്നും കട്ടിങ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും പറയുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നൊക്കെ പോയ കുറേ ദുരാചാരങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ പിന്നെ ദുരാചാരങ്ങളൊക്കെ തന്നെ പറയാം. പക്ഷേ അതൊക്കെ നമ്മളെ വേസ്റ്റ് കൊട്ടയിലേക്ക് എറിയപ്പെട്ടതാണ് എല്ലാം. പല ചിന്തകളും ഇതിനൊക്കെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ, അത് സിനിമയാകാം, നാടകമാകാം, അതുപോലെ തന്നെ എഴുത്തുകളാകാം, ഇതിനൊക്കെ പ്രതിരോധിച്ചവരാണ് കലാകാരന്മാർ. കാരണം നിർമാല്യം പോലുള്ളൊരു സിനിമ ഇറങ്ങിയ നാടാണിത്. സത്യം. അപ്പം അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ഇവിടെ വലിയ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, അത്ര വിപ്ലവകരമായിട്ടുള്ള സിനിമകൾ. പക്ഷേ എനിക്ക് തോന്നി അതൊക്കെ തിരിച്ചു വരുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ. അതൊക്കെ തിരിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നമ്മളൊരു കാലഘട്ടത്തിൽ എഴുതി തള്ളിയതൊക്കെ മെല്ലെ 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 നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ മനസ്സുകളിലേക്കൊക്കെ തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് ചില ഇൻസിഡന്റുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും. തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവം തന്നെയാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. കാരണം സെൻസറിങ്ങിനെ കുറിച്ച്, സെൻസറിങ് കുറച്ചും കൂടെ ജനകീയമാക്കണം, ജനക്കൂടെ സുതാര്യമാക്കണം. എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു സുതാര്യമാക്കണം. കാരണം പിന്നെ അതാണ് എൻ്റെ ഒരു അല്ല, എനിക്ക് ആ ഒരു ചോദ്യം വെച്ചാൽ, കല എന്ന് പറയുന്നതിന് കലക്കൊരു രാഷ്ട്രീയമില്ല, കലക്കൊരു നിറമില്ല, കലക്കൊരു മതമില്ല. ഇങ്ങനെയാണ് നമ്മളൊക്കെ പഠിച്ചേക്കുന്നത്. നമ്മളെല്ലാം പഠിച്ചേക്കുന്ന ഈ ഒരു കലക്കൊറ്റ ഭാഷയേ ഉള്ളൂ. എല്ലാവരും ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ഒരാൾ ഇംഗ്ലീഷ് മൂവി കാണുന്നില്ലേ? ഉള്ള കാര്യമല്ലേ പറയുന്നത്. അവൻ മൂവി കാണും, എന്നാൽ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ഒരാൾ ഇംഗ്ലീഷ് ന്യൂസ് ഇരുന്ന് കാണും. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ കാണുന്നത്? ഇല്ല. അപ്പം അവിടെ എന്താണ്, കലക്കൊറ്റ ഭാഷയുള്ളൂ, കലക്കൊറ്റ നിറമുള്ളൂ, കലക്കൊറ്റ മതമുള്ളൂ. പക്ഷെ ഇന്ന് കലയെ കൊല്ലുകയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൂടുതൽ പറയാൻ നമുക്ക് പറ്റില്ല. ചിലപ്പോൾ നാളെ നമ്മൾ ഉണ്ടാവില്ല ഈ ഭൂമിയിൽ. അതാണ് അവസ്ഥ. നമ്മളെ തന്നെ അവർ തുടച്ചു നിൽക്കപ്പെടാം. ഇത് വല്ലാത്തൊരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കല പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിനൊക്കെ അതിജീവിക്കുന്നത്, ഇതിനൊക്കെ നമ്മൾ പ്രതിരോധിക്കും, ഇതിനൊക്കെ പ്രതിരോധിക്കണം. നമ്മൾ പ്രതിരോധിച്ചാൽ മാത്രമേ നമ്മളെ പ്രതിരോധിക്കേണ്ടത് ആരാണ് ജിൻഡോ? എന്നെ പോലത്തെ, നിങ്ങളെ പോലത്തെ, അല്ലെങ്കിൽ ഇനി വരും തലമുറകളാണ് പ്രതിരോധിക്കേണ്ടത്. പക്ഷെ അവരെല്ലാം അടിമകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതെല്ലാം മാറട്ടെ, നല്ല രീതിയിൽ കല വളരട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അതേപോലെ ഒരു പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. നിങ്ങളുടെ മൂവികൾ ആ പ്രേക്ഷകരുടെ പിന്തുണ എന്തായാലും വേണ്ടതാണ്. അതെന്തായാലും ഉണ്ടാവും. കാരണം തിയേറ്ററിലേക്ക് അത് ഇറങ്ങട്ടെ, ഇനി അടുത്ത മൂവി പെട്ടെന്നാവട്ടെ. അപ്പം ഞാനും എൻ്റെ ഓഡിയൻസും എല്ലാവരും ജഗദീഷ് ചേട്ടനോട് പ്രാർത്ഥിക്കുന്നു, ജിൻഡോ വരും കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വ്യക്തിയായിട്ട് മാറട്ടെ. മാറുമ്പോൾ എന്നെ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു വെരി മച്ച്. ബൈ.